നീ അവിടെ ചെന്ന് താക്കോല് മേടിച്ചോ ജോയിക്കുട്ടി, അത്രയല്ലേ കാര്യമുള്ളൂ. അന്നക്കുട്ടി ശബ്ദം നന്നേ താഴ്ത്തി തെല്ല് അനുനയത്തിലായി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അങ്ങ് പൊറുക്കാനാണോ തീരുമാനം? വീട്ടിലോട്ട് വരുന്നില്ലേ? അതിപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി പ്രസവം കഴിഞ്ഞ് പോയാ മതിയെന്ന്. ആലീസ് ദീനയായി പറഞ്ഞു. ഡോക്ടറാണോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത? ആണോ? ഞാനല്ലേ? എനിക്കറിയാം നീ എന്ന് പ്രസവിക്കുമെന്ന്. ജോയിക്കുട്ടിയെ മണ്ടനാക്കല്ലേ. ആക്കിയാലും ജോയിക്കുട്ടി ആകത്തില്ല. ആലിസ് കരയുകയാണ്. എല്ലാം പെറുക്കി കെട്ടി ഇറങ്ങടി. നീ എന്നതാ ജോയിക്കുട്ടി പറയുന്നത്? അന്നക്കുട്ടി ചോദിച്ചു. ചാകെ പോകെ ഇവിടെ കൊണ്ടുവന്നപ്പോ എത്ര പാടുപെട്ട ഡോക്ടർ ഇവരെ രക്ഷിച്ചതെന്നറിയാവോ? പെണ്ണിന് ആരോഗ്യം തീരെയില്ല, അതുകൊണ്ടാ ഇവിടെ കിടക്കാൻ പറഞ്ഞത്. അപ്പോ എന്റെ കാര്യം നോക്കാൻ ആരാണ്? എനിക്ക് കഞ്ഞി തരുന്നത് ആരാണ്? നിങ്ങൾ അവിടെ ഒരുത്തി ഒരുങ്ങി കെട്ടി തയ്ക്കാൻ പോകും. പിന്നൊരു ഉണക്കക്കൊല്ലിയുണ്ട്, അവളെ എന്നാത്തിന് കൊള്ളാം. ആ ഉണക്കക്കൊല്ലിയോട് തേൻ പുരട്ടിയ വാക്കുകൾ പറഞ്ഞ് മയക്കിയെന്നോ അവളെ താൻ കീഴ്പ്പെടുത്തിയെന്നോ മറന്ന മട്ടായിരുന്നു ജോയിക്കുട്ടിക്ക്. നീ വല്ല ഹോട്ടലിലും പോയി കഴിക്ക് ജോയിക്കുട്ടി, കുറച്ചു ദിവസത്തേക്ക്. ജോയിക്കുട്ടി രണ്ടു കൈയും വീശി കൂട്ടിയടിച്ച് തെന്നിച്ചു. ഒരടി മുൻപോട്ട് വെച്ചു. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ജോയിക്കുട്ടിക്ക് അതിനെ സൗകര്യപ്പെടുത്തില്ല. അതിനല്ല ജോയിക്കുട്ടി പെണ്ണു കിട്ടിയത്. വീട്ടിൽ നിന്ന് വാക്കി രുചിയായി കഴിക്കാനാണ്. ഇവിടെ വന്ന് സുഖം പറ്റി കിടന്നാലേ എന്റെ കാര്യം പിന്നെ ആര് നോക്കും? നോക്ക്, വയ്യാഞ്ചല്ലേ ജോയിച്ചായ? ആലിസ് ചോദിച്ചു. നീ മിണ്ടരുത്. മിണ്ടിയ നീ മേടിക്കും. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് വയ്യേ? എന്നാ പിന്നെ നിനക്ക് ആവുന്നത്? ശവം. നിന്നൊക്കെ ഭേദമായിട്ട് കാര്യങ്ങൾ നോക്കി പണിയുമല്ലോടി ആ ഉണക്കക്കൊള്ളി. ആലീസ് കരഞ്ഞു. ജോയിക്കുട്ടി കൈ നീട്ടി ഒരു തട്ട് കൊടുത്തു അവളുടെ തലക്കിട്ട്. അവളുടെ തല ഭിത്തിമേലിടിച്ചു. അവള് തല കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അന്നക്കുട്ടിക്ക് സഹിച്ചില്ല. എവിടെ ദ്രോഹി, ഇറങ്ങിപ്പോടാ. വീട്ടിലോ സൗകര്യമില്ല, ഇവിടെ വന്ന് നീ ബഹളം ഉണ്ടാക്കുവാണോ? ആ പെണ്ണിനെ കൊല്ലാൻ നോക്കുകയാണോ? ഞാൻ ബഹളം ഉണ്ടാക്കാൻ വന്നതല്ല, പക്ഷെ നിങ്ങളെ ഉണ്ടാക്കിച്ചതാണ് തള്ളേ. ഇതെന്നാ ഇവിടെ വന്ന് ബഹളം? ഒരു ഗർഭിണിക്ക് കൂട്ടുവന്ന സ്ത്രീ അടുത്ത് വന്ന് ചോദിച്ചു. അറിഞ്ഞിട്ടിപ്പോ എന്താ തൂക്കാണ്ടിരിക്കാൻ പോവാണോ? ജില്ലാ മജിസ്ട്രേറ്റിന്റെ അമ്മായിയമ്മയായിരിക്കും, ജോയിക്കുട്ടി പുച്ഛത്തോടെ പറഞ്ഞു. അവര് ചമ്മി പിന്മാറിപ്പോയി. മജിസ്ട്രേറ്റിന്റെ അമ്മായിയമ്മമാർക്ക് നിങ്ങളോട് സംസാരിക്കാവുള്ളൂ, വേറൊരു സ്ത്രീ കയറി ഇടപെട്ടു ഇത്തിരി ധൈര്യത്തോടെ. ജോയിക്കുട്ടി അവരെ ഒന്ന് തുറച്ചു നോക്കി. നിങ്ങൾക്ക് എന്താ വേണം അത് പറ. അവൻ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇതൊരു ആശുപത്രിയാ, ഇവിടെ വേറെ രോഗികളുണ്ട്. ഇവിടെ വന്ന് ഒച്ച വയ്ക്കുന്നത് എന്തിനാണ്? ആ സ്ത്രീ കൂസിയില്ല. എന്തിനാണെന്ന് അറിഞ്ഞേ തീരൂ. അറിഞ്ഞേ തീരൂ. പറയാം. ജോയിക്കുട്ടി നീ പോടാ, മറ്റുള്ളവരോട് വഴക്കിന് നിൽക്കണ്ട, അന്നക്കുട്ടി പറഞ്ഞു. എന്നാ പറഞ്ഞാലെന്താ? നാണക്കേടുണ്ടോ? ജോയിക്കുട്ടിക്ക് വീറായി. അന്നക്കുട്ടി മിഴികൾ പിൻവലിച്ചു. ഈ ഭൂമി ഒന്ന് പിളർന്നു കിട്ടിയെങ്കിൽ, അതിനുള്ളിലേക്ക് വീണ് അന്തർദാനം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ. ആലീസ് കൊതിച്ചുപോയി. ഇവരുടെ കെട്ടിയവന് ഭ്രാന്ത, ചങ്ങലകള 10-18 വർഷമായിട്ട്, ജോയിക്കുട്ടി പറഞ്ഞു. കുറ്റപ്പെടുത്തൽ പോലെ മറ്റുള്ളവർ അന്നക്കുട്ടിയെ നോക്കി. ആലീസിന്റെ അപ്പം വീട്ടിലുണ്ട്, കാലയിൽ നീര് വന്നിരിക്കുക, നടക്കാൻ മേല. നടക്കാറാവുമ്പോ വരുന്നായിരുന്നു അന്നക്കുട്ടി കൊടുത്തിരുന്ന റിപ്പോർട്ട്. വെറുതെ സഹതാപം പിടിച്ചു പറ്റണ്ടെന്ന് കരുതിയിട്ട്. പക്ഷെ ജോയിക്കുട്ടി വെട്ടി വിളിച്ചു പറയുകയാണ്. 3 പെമ്മക്കളെ പ്രായം തികഞ്ഞ് കെട്ടുപ്രായം കഴിഞ്ഞ് പുറ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഒന്നാം തരം സ്ത്രീധനം മേടിച്ച് പെണ്ണ് കെട്ടാൻ എന്റെ അപ്പം കണ്ടിട്ടിരിക്കുന്ന മുതലുണ്ട് എനിക്ക്. എന്നിട്ടും നയാ പൈസ മേടിക്കാണ്ട് ഞാനിവളെ കെട്ടി. അതിന് നന്ദി ഇവക്കും തള്ളയ്ക്കും വേണ്ടേ? കേൾവിക്കാർ ശരിവെച്ചു. മഴ പെയ്താ തുള്ളി വെള്ളം പുറത്തു പോകത്തില്ലാത്ത പെര. ഞാനത് നല്ല ഒന്നാന്തരമായി പുതുക്കി പണിതിട്ട് ഓടിട്ട് കൊടുത്തു. തന്തയെ ചികിത്സിക്കാനായി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഈ തള്ളയ്ക്കും പെമക്കും 3 നേരം മൂക്കുമുട്ട തിന്നാൻ കൊടുത്തു. ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ട. ഞാൻ അധികപ്പറ്റായി. കേൾവിക്കാർ തലകുലുക്കി. വൈകുന്നത് വരെ വളയം പിടിച്ചേച്ച് ഒന്ന് നടുനോർക്കാൻ ചെല്ലുമ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. വീട്ടില് ഒരു കുഞ്ഞുമില്ല. എനിക്ക് പട്ടിണി. ഞാൻ വരാന്തയിൽ വെറും തറയിൽ കിടക്കണം. അത് കഷ്ട, മറ്റുള്ളവർ പിറുപിറുത്തു. ഇത്രയും നല്ലൊരു മനസ്സുള്ള ഒരു കൊച്ചിനെ ഇന്ന് ആർക്കെങ്കിലും കിട്ടുമോ? തള്ളിയും മകളും പറഞ്ഞ കള്ളക്കഥകളാ. അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടക്കാനും സിമന്റ് തറ കിടക്കാനും പറ്റത്തില്ല. കാശ് മുടക്കി വീട് വെച്ചതും അതിനല്ല. എനിക്ക് ഒരു പാത്രം ചോറുണ്ടാക്കി തരാൻ ഇവളുടെ ചേട്ടത്തിക്ക് പറ്റത്തില്ലെങ്കിൽ ഇവള് വരണം. പെറുന്ന ദിവസമൊക്കെ എനിക്കും അറിയാം. അന്നേരം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കും. അതുവരെ ഡോക്ടർ മുമ്പിൽ മൂറും കാട്ടിയിരുന്ന് ഇവൾ അങ്ങനെ സൂഹിക്കണ്ട. എന്താ ഇവിടെ
പെട്ടെന്നാണ് വാർഡിലെ സിസ്റ്റർ എത്തിയത്. അവർ ഒരു നിമിഷത്തേക്ക് ചായ കുടിക്കാൻ ഒന്ന് നീങ്ങിപ്പോയി. ആ സമയത്തായിരുന്നു ജോയിക്കുട്ടിയുടെ വരവും ബഹളവും. അവന് ചുറ്റും കൂടി നിൽക്കുന്ന ഗർഭിണികളെയും മറ്റുള്ളവരെയും സിസ്റ്റർ അകറ്റി. എന്താണ് ഇവിടെ? നിങ്ങൾ ആരാ? സിസ്റ്റർ ജോയിക്കുട്ടിയെ നേരിട്ടു. ഞാനാണ് ഇവളുടെ ഭർത്താവ്. ജോയിക്കുട്ടി ആലീസിനെ ചൂണ്ടിക്കാട്ടി. ഓഹോ, എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ആരുമാട്ടെ ഇവിടെ ഒന്ന് ബഹളം വെച്ചത് എന്തിന്? നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലോ. കുടിക്കാൻ പാടില്ലേ? ആകാം, പക്ഷേ കുടിച്ചുകൊണ്ട് ഇതിനുള്ളിൽ കയറാനും നിൽക്കാനും പറ്റില്ല. പുറത്തു പോകണം. പുറത്തു പോകാൻ തന്നെ വന്നത്, പൊറുക്കാനല്ല. ഇവളുടെ ഡിസ്ചാർജ് എഴുതി തരണം. ഡിസ്ചാർജോ? അതെ, ഇപ്പൊ വേണം. കാര്യം? സിസ്റ്റർ ഗൗരവത്തിലായി. കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. ഡിസ്ചാർജ് എഴുതണമെങ്കിൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ചെയ്യത്തില്ല. നാളെ ചെയ്യൂ. നാളെ രാവിലെ. പക്ഷെ ഇവരുടെ അസുഖം തീർത്തും മാറിയില്ലല്ലോ. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് എന്തിന്? അസുഖത്തെക്കുറിച്ച് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ജോയിക്കുട്ടിക്ക് ദേഷ്യം വന്നു. അല്ല, ഡോക്ടറാണ്. അദ്ദേഹമാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതും. ഡിസ്ചാർജ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഡോക്ടറെ കണ്ട് സംസാരിക്ക്, സിസ്റ്റർ പറഞ്ഞു. ഇവളെ നിങ്ങൾ തന്നെ പ്രസവിപ്പിക്കണമെന്ന് വല്ല നേർച്ചയുണ്ടോ? ജോയിക്കുട്ടി മടക്കി കുത്തിയിരുന്ന ഉടുമുണ്ട് തെല്ലുകൂടി മുകളിലേക്ക് കയറ്റി ഒരു വല്ലാത്ത പരിഹാസഭാവത്തിൽ നിന്നു. ഹേ മിസ്റ്റർ, ഇത് നിങ്ങളുടെ വീടല്ല, ഹോസ്പിറ്റലാണ്. മൈൻഡ് ഇറ്റ്. മര്യാദയ്ക്ക് പുറത്തു പോകണം. ഇല്ലേലോ? ഇതേ സർക്കാർ ഹോസ്പിറ്റലാ. നിങ്ങളുടെ തന്റെ സ്ത്രീധനം തന്ന വകയല്ല. ജോയിക്കുട്ടി ചീറി. ഏയ് നാരായണൻ, സിസ്റ്റർ ഉറക്കെ വിളിച്ചു. അറ്റൻഡർ നാരായണൻ ഓടി വന്നു. ഇവനെ പിടിച്ച് പുറത്തിറക്ക്. ആ സെക്യൂരിറ്റി ഏൽപ്പിക്ക്. നാരായണൻ പാഞ്ഞു വന്നു. ആചാനുഭാവുവായ ജോയിക്കുട്ടി ഒന്ന് നോക്കി. പോടാ. ജോയിക്കുട്ടി കൈ ചൂണ്ടി. പിന്നെ തെറികൊണ്ട് അഭിഷേകം. തൊട്ടാ തൊടുന്നവന്റെ കൈ ഞാൻ വെട്ടും, ജോയിക്കുട്ടി പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് ആലീസിനെ നോക്കി. നീ അങ്ങ് വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കുറെ തെറി അവളുടെ മുഖത്തേക്കും തുപ്പി. പിന്നെ നടന്നു. മുണ്ടഴിച്ച് കുടഞ്ഞെടുത്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അജയനായിട്ട്. നാരായണൻ തൊടാൻ പോലും അറച്ചു നിന്നു. ജോയിക്കുട്ടി വരാന്തയ്ക്ക് അപ്പുറത്ത് മറിഞ്ഞു. ആലീസ് തിങ്ങി വന്ന അസഹ്യമായ വേദന ഒതുക്കാനാവാതെ നെഞ്ചിൽ കയ്യമർത്തിപ്പിടിച്ച് ഒരേ ഇരിപ്പിരുന്നു. രാത്രിയിൽ ജോയിക്കുട്ടി വരുമോ? ആനി ആകെ വല്ലാത്തൊരവസ്ഥയിലായി. റീനയുണ്ടൊപ്പം. അവൻ വരരുതേ എന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം മനസ്സ് കുതിച്ചു. വരണേ. എന്തിന്? ഇന്നലെ വരെ അവൻ ആരുമായിരുന്നില്ല. വന്നാലും വന്നില്ലെങ്കിലും അവൾ ശ്രദ്ധിക്കുമായിരുന്നില്ല. ഒരു തരം വെറുപ്പും വിദ്വേഷവും തന്നെയായിരുന്നു ആനിക്ക് അവനോട്. പക്ഷെ ഇപ്പോ ആ വെറുപ്പ് നീങ്ങിയിരിക്കുന്നു. വിദ്വേഷമൊന്നുമില്ല. ഇനി അവൻ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും അവൾ സ്നേഹിക്കും. കാരണം ആദ്യമായി അവളെ സ്നേഹിച്ച പുരുഷനാണ് അവൻ. അവൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലാത്ത ഒരു മരത്തടിയാണ് താനെന്ന് ആനി സ്വയം കരുതിയിരുന്നു. ആ രീതിയിലായിരുന്നു അവൾ കാര്യങ്ങളെ കണ്ടിരുന്നതും മുൻപോട്ട് നീങ്ങിയിരുന്നതും. എങ്കിലും തന്നിലുള്ളയാളായ ആലീസിന്റെ വിവാഹം നിശ്ചയിച്ച ദിവസം ആനിയുടെ നെഞ്ചിൽ മുളകുപൊടി വിതറിയ നീറ്റലും പുകച്ചിലും ഉണ്ടായതാണ്. പള്ളിയിൽ മണവാട്ടിയായി നിൽക്കുന്ന അനിയത്തിയുടെ കഴുത്തിൽ ജോയിക്കുട്ടി താലി കെട്ടുമ്പോൾ കണ്ണുകൾ തൂകിപ്പോകാതിരിക്കാൻ അവൾ എത്ര പാടുപെട്ടതാണ്. രോഗം അവളുടെ ശരീരത്തെ മാത്രമേ ശോഷിപ്പിച്ചിട്ടുള്ളൂ, ഹൃദയത്തെ ശോഷിപ്പിച്ചിട്ടില്ല. മനസ്സിനെ രോഗം ഒട്ടും കാർന്നു തിന്നിട്ടുമില്ല. എന്നെങ്കിലും ഒരു പുരുഷന്റെ സ്നേഹം തനിക്ക് കിട്ടുമോ? ആനി ആ നിമിഷം സങ്കടത്തോടെ ഓർത്തുപോയതാണ്. പക്ഷെ എത്ര അപ്രതീക്ഷിതമായി അവൾക്കത് കിട്ടി. മറപ്പുരയ്ക്കുള്ളിലെ കൂർത്ത കല്ലുകളും കെട്ടിക്കിടക്കുന്ന ചെളിയും മാത്രമാണ് അതിന് സാക്ഷി. പക്ഷെ ആനിക്കത് കൂർത്ത കല്ലുകളും ചെളിയും ആയിരുന്നില്ല. പരവതാനി വിരിച്ച തറയായിരുന്നു. പഞ്ഞി വിരിച്ച മെത്തയായിരുന്നു. പൂക്കളും സുഗന്ധധൂപങ്ങളും നിറഞ്ഞ മണിയറയായിരുന്നു. അവളെ തൊട്ട് അവളിലെ നിർവികാരതയുടെ മൂടുപടത്തിനുള്ളിൽ നിന്ന് തരളിതമായ അവളെ ഉണർത്തിയെടുത്ത് താരാട്ടുപാടിയതും പൊന്നൂഞ്ഞാലിൽ ഇരുത്തി ആടിച്ചതും അവനാണ്, ജോയിക്കുട്ടി. അവൻ ആരായിരുന്നാലും ആരൊക്കെ അവനെ ദുഷ്ടൻ എന്ന് വിളിച്ചാലും ആനി ഇനി അവനെ അങ്ങനെ വിളിക്കില്ല. ആരൊക്കെ അവനെ വെറുത്താലും അവൾ അവനെ വെറുക്കുകയില്ല. അവൾക്കതിന് കഴിയില്ല. എന്ന് മാത്രമല്ല, അവൾ സ്നേഹിക്കുന്നു അവനെ. നിശ്ചിതമായി അവൾ കരുതിയിരുന്നതെല്ലാം അവൾക്ക് നൽകിയത് അവനാണ്. മാത്രമല്ല, വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കൊടുത്ത് മരണത്തിൽ നിന്ന് അവളെ തിരിച്ചു പിടിക്കാമെന്ന വാഗ്ദാനവും. ആ ഒരു വാഗ്ദാനം മാത്രം മതി അവൾക്ക്. മരണത്തെ കാത്തിരുന്നവളാണ് അത്. പക്ഷെ മരിക്കാൻ ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല. ആർക്കാണ് മരിക്കാൻ ഇഷ്ടമുണ്ടാവുക? അതും ഇത്ര ചെറുപ്പത്തിൽ. ജീവിതത്തിന്റെ മുന്തിരിച്ചാറിൽ മുഴുകാൻ അവസരം രണ്ടു കൈയും നീട്ടി നിൽക്കെ. ശരിയായിരിക്കും, നല്ല മരുന്നിന്റെ കുറവാണ് താനിങ്ങനെ ആകാൻ കാരണം. ആരും സഹായത്തിനുണ്ടായിരുന്നില്ലല്ലോ. അമ്മച്ചി എത്രയെന്ന് വെച്ചാണ് മരുന്നും ആകുക?
നല്ല ചികിത്സ ലഭിച്ചാൽ താൻ രക്ഷപ്പെടില്ലേ? ആനയ്ക്ക് പ്രതീക്ഷ ഉണ്ടായി. എന്തായാലും ജോയ്ക്കുട്ടി രാത്രി വന്നില്ല. പിറ്റേന്ന് റീന തയ്യൽക്കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവൾ പ്രതീക്ഷിച്ചു വരുമായിരിക്കും. അവൾ പ്രാർത്ഥിച്ചു, വരണേ. പക്ഷേ ജോയ്ക്കുട്ടി പകലും വന്നില്ല. റീന വൈകുന്നേരം വന്നപ്പോ ആനി അറിഞ്ഞു. ജോയ്ക്കുട്ടി ഹോസ്പിറ്റലിൽ ചെന്നതും അവിടെ ഉണ്ടാക്കിയ ബഹളങ്ങളും. ഇവിടെ വീട് പൂട്ടിയിട്ടെന്ന്. ആനി ചേച്ചി അയൽവക്കത്ത് പോയത്ര. റീന പുച്ഛത്തോടെ പറഞ്ഞു. ഇയാൾ വരുമ്പോ പിന്നെ വാതിലും തുറന്ന് ഇവിടെ കാത്തിരിക്കണം. മഹാരാജാവ് എഴുന്നള്ളുവല്ലേ എന്ന് വെച്ചാ അയാളെ എന്നാ വിശ്വസിച്ച ഇതിനകത്ത് കയറ്റുന്നത്? പരമനാറിയും വെറിയനും എങ്ങനെ വിശ്വസിക്കും? കേറി പിടിച്ചാലോ? ആനിക്ക് പരിങ്ങലുണ്ടായി. ആനി ചേച്ചിക്ക് അറിയോ, അയാളെ പേടിച്ചിട്ട് ഉടുതുണി പോലും മാറ്റാൻ വയ്യായിരുന്നു എനിക്ക്. കുളിക്കാൻ മറപ്പുറയിൽ കയറിയ അന്നേരം അയാൾ പല്ലു തേക്കാൻ എത്തും. കാർക്കിച്ച് തുപ്പിയും എത്തി നോക്കിയും നിൽക്കും. ചെറ്റ. ഇനി ആകട്ടെ, ഒരു ഈർക്കിലും ഞാൻ കരുതും. കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും. റീനയ്ക്ക് അങ്ങനെ കലി കയറുകയാണ്. ആനി മിണ്ടിയില്ല. ചേട്ടനാത്രേ, ചേട്ടൻ. പുറത്തേക്കിറങ്ങിയ മനുഷ്യരുടെ തൊളച്ചു നോട്ടത്തിന്ന് വല്ല വിധേനയാണ് രക്ഷപ്പെടുന്നത്. അന്നേരം വീട്ടിനുള്ളിലും ഇപ്പണി കാട്ടിയാലോ? സൗകര്യത്തിന് കാണാനായിട്ട് വീട് പണിഞ്ഞെന്ന് പഴിയും പറഞ്ഞ് അട്ടിപ്പേറ് കിടക്കുക. നാശം, പോയി കിട്ടിയ മതിയായിരുന്നു. എന്റെ ദേഹത്തെ ഞാൻ കൈവയ്ക്കട്ടെ, അന്ന് ഞാൻ അയാളെ തുണ്ട് തുണ്ടാക്കും, തീർച്ച. ആനി നടുങ്ങിപ്പോയി. അവൾ അനിയത്തിയെ നോക്കി. ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് മിണ്ടാനാ? നിറയാൻ വന്ന മെഴുകൾ അനിയത്തിയിൽ നിന്ന് മറയ്ക്കാനായി ആനി അകത്തേക്ക് കയറി. അടുക്കള എന്ന തന്റെ സാമ്രാജ്യത്തിലേക്ക്. അന്ന് രാത്രിയിലും ജോയ്ക്കുട്ടി വന്നില്ല. റീന സുഖമായി കിടന്നുറങ്ങി. അവൾ അങ്ങനെയാണ്, കിടക്കേണ്ട താമസം ഉറങ്ങും. ഒരല്ലലും കാര്യമായി തീണ്ടാത്ത മനസ്സ്. ഏതെങ്കിലും പ്രക്ഷുബ്ധത ഉണ്ടായാൽ തന്നെ അവൾക്കത് ഉറക്കത്തിന് തടസ്സമല്ല. ബോധം കേട്ട ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ അരികിൽ കിടന്ന് എന്തിനെന്നറിയാതെ വിതുമ്പ് പൊട്ടി കരഞ്ഞ ആനയുടെ ശബ്ദം അവൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ നൊമ്പരം അറിഞ്ഞുമില്ല. പിറ്റേന്ന് റീന പോയി. വളരെ നേരം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടു. അടുക്കളയ്ക്കുള്ളിൽ അടുപ്പുമൂട്ടിൽ ജഡം പോലെ നിന്നിരുന്ന ആനി ഒരു കുതിപ്പിന് വാതിൽക്കിലെത്തി. ജോയ്ക്കുട്ടി ഒരു പൊതി കൊണ്ടുവന്നിരുന്നു. അതുമായി അവൾക്കരികിലെത്തി നിന്നു. ഇന്ന് ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, ജോയ്ക്കുട്ടി പറഞ്ഞു. പക്ഷേ ആനി ഒന്ന് കാണുമെന്ന് തോന്നി. പോന്നു. ഇത് കണ്ടോ? ഇത് ഞാൻ ആനിക്ക് കൊണ്ടുവന്നതാ. അവൾ പൊതി നീട്ടി. അവൾ നോക്കി, പിന്നെ കൈ നീട്ടി അത് വാങ്ങി. നിവർത്തി നോക്കി. അവളുടെ കണ്ണുകൾ വൈരക്കല്ല് പോലെ പ്രകാശിച്ചു. ഒരു സ്നേഹ സമ്മാനം. സാരി, വില കൂടിയ സാരി, പട്ടിന്റെ. റീനയ്ക്ക് ഇന്നാൾ അവൻ വാങ്ങിക്കൊടുത്തതുപോലെ. ഇത്രയും വിലയില്ലാത്ത ഒന്ന് അന്ന് തനിക്കും കിട്ടി. പക്ഷേ അത് അമ്മച്ചിയാണ് തന്റെ കയ്യിൽ തന്നത്. ഇത് നേരിട്ട് ഒരാളിന്റെ കയ്യിൽ നിന്ന് സ്നേഹപൂർവ്വം ഒരു കോടിത്തുണി. ആനിക്കിത് മന്ത്രകൂടിയാണ്. ഈ ജന്മം സാധിക്കുമെന്ന് ആശിച്ചതല്ല. അവളുടെ നെഞ്ചിൽ അവ്യാജ്യമായ ഒരനുഭൂതി. ഇഷ്ടപ്പെട്ടോ? അവൾ തലയാട്ടി. ഇഷ്ടപ്പെട്ടോന്ന്? എനിക്ക് ഇതൊരു നിധിയാണ്, നിധി. വിശക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. ഉപ്പുമാവുണ്ട്, വരൂ. അവൾ സ്നേഹപരമായ ഒരു ഭാര്യയായി. രാവിലെ ഉണ്ടാക്കിയതാണ്. റീന കാണാതെ ഒരു പാത്രത്തിൽ ഉപ്പുമാവ് വിളമ്പി മൂടി വെച്ചിരുന്നു. അതെത്ര നന്നായി. അവൻ ഇതാ വന്നിരിക്കുന്നു വിശപ്പുമായിട്ട്. താൻ അത് കരുതി വെച്ചില്ലായിരുന്നെങ്കിലോ? ജോയ്ക്കുട്ടി കൈ കഴുകിയിരുന്നു. അവൾ ഉപ്പുമാവ് മുൻപിൽ വെച്ചു. നീ കഴിച്ചോ? ഉവ്. ആനിക്ക് ഹൃദയം നിറഞ്ഞു കഴിഞ്ഞു. നീ കഴിച്ചെന്ന്. എത്ര കരുതൽ, എത്ര സ്നേഹം. ഇവന് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എന്നിട്ടെന്തേ ഇവൻ ആലീസിനോട്? ആ ഓർമ്മ വന്നപ്പോൾ ചോദിച്ചു പോയി. ഹോസ്പിറ്റലിൽ പോയി ഇല്ലേ? അവിടെ വഴക്കുണ്ടാക്കിയെന്ന ആര് പറഞ്ഞു? നീ പോയോ? ജോയ്ക്കുട്ടിയുടെ കണ്ണുകൾ കത്തി. എത്ര പെട്ടെന്നാണ് ഈ മുഖത്ത് ദേഷ്യം ഉണ്ടാകുന്നത്. ആനയ്ക്ക് ദേഹം വിറച്ചു. ഇല്ല, റീന പറഞ്ഞു. ഓ, അവളാണല്ലോ കാര്യസ്ഥി. ജോയ്ക്കുട്ടിക്ക് പുച്ഛം. എന്നാലും ഒരു ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തെറിയും മറ്റും പറഞ്ഞ നാണക്കേടല്ലേ? ആർക്ക്? എല്ലാവർക്കും. എനിക്കൊരു ചുക്കൂല. അവൻ എണീറ്റ് കഴിഞ്ഞു. ഉപ്പുമാവ് പറ്റിയ കൈത്തലം അവൻ ശക്തമായി കുടഞ്ഞു തെറിപ്പിച്ചു. ഉപ്പുമാവിന്റെ തരികൾ അവളുടെ മുഖത്തും വീണു. ഞാൻ പറഞ്ഞത്. ആനി വിക്കി. ഉപദേശം ഒന്നും വേണ്ട. ജോയ്ക്കുട്ടിയുടെ കർശനമായ സ്വരം. ആനിക്ക് നാവടഞ്ഞു. ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഒരുത്തിയുടെ ഉപദേശം ജോയ്ക്കുട്ടിക്ക് വേണ്ട. അതിന്റെ കുറവേ ഉള്ളൂ. കഴിച്ചില്ലല്ലോ? അവൾ പാത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. വേണ്ട. വിശക്കുന്നു പറഞ്ഞിട്ട്? വേണ്ടാന്ന് പറഞ്ഞില്ലേ? ജോയ്ക്കുട്ടി ക്രുദ്ധതയോടെ അവൾക്ക് മുന്നിൽ നിന്നു. വേണ്ടാന്ന് പറഞ്ഞപ്പോ
നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നീ എന്റെ ആരോടി? ഏ ആരാണ്? ആരാണ്? ആനി സ്വയം ചോദിച്ചു. ആരാണെന്നാണ് പറയുക? ആനിക്ക് കരച്ചിൽ വന്നു. അവൾ കരഞ്ഞു. ഓ, മോങ്ങാൻ തുടങ്ങിയല്ലോ. അനിയത്തിന്റെ രോഗം പകർന്നതായിരിക്കും. ഈ മോങ്ങൽ എനിക്ക് കാണരുത്. ജോയ്ക്കുട്ടി അകത്ത് കടന്നു. അകത്ത് നിന്ന് അവൻ വിളിച്ചു, ആനി. അവൾ ഓടിച്ചെന്നു. ഈ മുറി ഒന്ന് വൃത്തിയാക്കിയിടാത്ത വേണ്ട? ഇപ്പൊ വൃത്തിയാക്കാം. കണ്ണുകൾ തുടച്ച ആനി ധൃതിയിൽ ചൂലുമായി വന്നു. ഇനി ഇറങ്ങി മാറ്, ആനി പറഞ്ഞു. ഞാൻ അടിച്ചു വാരട്ടെ. എന്നെ പേടിയാണോ? അവൾ മിണ്ടിയില്ല. മിണ്ടാതെ ആ മുറി അടിച്ചു വാരാൻ തുടങ്ങി. അവൾ വല്ലാത്തൊരു വികാര തള്ളലിലായിരുന്നു. എന്തു ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ. ഇനിയും അവനെ അനുസരിക്കണോ അതോ? അവളുടെ മനസ്സിൽ കൂട്ടലും കിഴിക്കലും നടന്നു. വേണ്ട, ഇനി ഒന്നും ആവർത്തിക്കണ്ട, അതാണ് നല്ലത്. മനസ്സങ്ങനെ ഉറപ്പിക്കും മുമ്പ് ജോയ്ക്കുട്ടി അവളെ കോരിയെടുത്തു. ഒരിക്കൽ പോലും ഒന്ന് കുതറാൻ അവൾക്ക് കഴിഞ്ഞില്ല. ശ്രമിച്ചില്ല എന്നതാണ് സത്യം. വിശന്ന് വളഞ്ഞു വരുന്ന ചെന്നായായിരുന്നു അവനപ്പോ. അരുമയോടെ അടുത്തേക്ക് വീണുകിടന്ന മുയൽ കുഞ്ഞായിരുന്നു അവൾ. എത്ര അരുമയോടെ ചേർന്ന് നിന്നിട്ടും മുയൽ അല്ലാതെ കടിച്ചു കുടയപ്പെട്ടു. അത്ര ആർത്തിയായിരുന്നു ചെന്നായിക്ക്. റീന വൈകുന്നേരം വരുമ്പോ മുറിക്കുള്ളിൽ കിടന്നുറങ്ങുന്ന ജോയ്ക്കുട്ടിയെ കണ്ടു. മുറ്റത്ത് കാറ് കണ്ടപ്പോഴേ അവൾക്ക് കലി വന്നതാണ്. ഈ ചെകുത്താൻ എപ്പോ വന്നു? ആനി അടുക്കളയിൽ തീ ഊതിക്കൊണ്ട് നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ അവൾ പറഞ്ഞു, കുറച്ചു നേരായി. ഇത് സത്രമല്ലേ? സകലർക്കും വരാനും കയറി കിടന്നുറങ്ങാനും. റീനയ്ക്ക് ആകെ ദേഷ്യമായി. ആനി മിണ്ടിയില്ല. രാത്രി ആയപ്പോ ജോയ്ക്കുട്ടി ഉണർന്നു. റീനയെ കണ്ടു. നിന്റെ ചേടത്തി പെറ്റോ? ജോയ്ക്കുട്ടി ചോദിച്ചു. ആ, എനിക്കറിയില്ല. റീന മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. അറിയാൻ നടക്കുന്നു ചേടത്തി പെറ്റോന്ന്. നീചൻ. അയാളുടെ കുഞ്ഞിനെ ചുമക്കുന്നതാണ് ഹോസ്പിറ്റലിൽ. മറ്റാരെങ്കിലും ആയിരുന്നേ ഈ അവസരത്തിൽ ഹോസ്പിറ്റൽ പരിസരത്ത് കാണും. അവിടെ വേദന കൊണ്ട് ഓരോ ഭർത്താവും നിൽക്കുന്നത് കണ്ടതാണ്. ഇത് തിന്നു കുടിച്ച് കിടന്നുറക്കം. നീചൻ. ആനി ചോറ് വിളമ്പി കൊടുത്തു. ഓടും കഴിഞ്ഞ് ജോയ്ക്കുട്ടി വീണ്ടും കിടന്നു. കിടക്കാൻ ചെല്ലുമ്പോ ഒരു സത്യം റീനയെ നടുക്കി. താനും ആനിച്ചേച്ചിയും കിടക്കുന്ന മുറിയിൽ നിന്ന് അയാൾ കിടക്കുന്ന മുറിയിലേക്കുള്ള വാതിലിന്റെ വിജാഗിരിയാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ആലീസിനെ വീക്ഷിക്കാനായി പൊളിച്ചതാണ്. പക്ഷെ ആ വാതിൽ അങ്ങനെ തന്നെ കിടക്കവേ എങ്ങനെ ഇപ്പുറത്ത് കിടന്നുറങ്ങും? കുറുക്കനെ കോഴിക്കോട്ടിൽ തന്നെ കിടത്തുന്ന അനുഭവമായിരിക്കും. ആനി ഒന്നും പറഞ്ഞില്ല. റീനയ്ക്ക് ജോയ്ക്കുട്ടിയെ തെല്ലും വിശ്വാസമില്ല. എത്ര ശ്രമിച്ചിട്ടും വാതിലിന്മേൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോ അവൾ ആകെ വിഷമിച്ചു. എന്തിനാ അതിനിട്ട് പണിയെന്നെ? ജോയ്ക്കുട്ടി ചോദിച്ചു. നീ കിടക്കുന്നത് എല്ലാ പെണ്ണുങ്ങളും കിടക്കുന്നത് പോലെ തന്നെ അല്ലേ? ജോയ്ക്കുട്ടി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ മുഖം വെറുപ്പോടെ വെട്ടിത്തിരിച്ചു. പിന്നെ അടുക്കളയിൽ പായ വിരിച്ചു. ഭ്രാന്തനാണവൻ. വേറും ഭ്രാന്തനല്ല, പേര് പിടിച്ച പട്ടി. നമുക്ക് എവിടെ കിടക്കാൻ ചേച്ചി? ആനിക്ക് ഉള്ളിൽ കരച്ചിലും ചിരിയും വന്നു. താൻ എന്തിന് അയാളെ ഇനി ഭയക്കണം? പക്ഷെ റീനയെ അനുസരിച്ചേ മതിയാവൂ. ഇരുവരും കിടന്നു. അയാൾ വിളിക്കുമോ? ആനി ഭയന്നു. കുറെ നേരം കഴിഞ്ഞു. ആനി ഭയപ്പെട്ടതുപോലെ അവൻ വിളിച്ചു, ആനി. അവൾ മിണ്ടിയില്ല. ആനി, ഇയാൾ എന്തിനാ തൊള്ള തുറക്കുന്നത്? റീന ദേഷ്യപ്പെട്ടു. ആനി വായുറുകെ പൂട്ടി. ആനി, കുറച്ച് വെള്ളം കുടിക്കാൻ. അടവാണ്. ആനിക്കറിയാം താൻ ചെല്ലാനാണ്. മിണ്ടണ്ട, എണീക്കുകയും വേണ്ട. ആവശ്യക്കാർ എണീറ്റ് കൂരി കുടിക്കട്ടെ, റീന കർശനമായി പറഞ്ഞു. ആനിക്ക് കരച്ചിൽ വന്നു. കരയാനും വയ്യ. അവൾ സ്വയം ശപിച്ചു റീനയെ കൂട്ടുകിടക്കാൻ വിളിച്ചതിൽ. അങ്ങനെ കിടന്നു കിടന്നെപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ആലിസിന് പ്രസവവേദന ആരംഭിച്ചു. അവളെ ലേബർ റൂമിലാക്കി. ജോയ്ക്കുട്ടിയെ പലയിടത്ത് അന്വേഷിച്ചു. പക്ഷെ അവനെ കണ്ടതേയില്ല. പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല. ഇനിയുണ്ട് ഒരാഴ്ചയോളം. പക്ഷെ ആലിസിന് വേദന തുടങ്ങി. ശരീരത്തിന്റെ ക്ഷീണം പോയിരുന്നില്ല. മുറിവുകൾ ഭേദമായിരുന്നില്ല. പൊള്ളി മാംസം വെന്ത കവിളത്തുണ്ടായിരുന്ന നീരും പോയിരുന്നില്ല. പൊള്ളിയ ഭാഗത്തെ വേദനയാണ് ആലിസിന് സഹിക്കാനാവാത്തതും. ഏതു നിമിഷവും എപ്പോഴും നീറ്റലും പിടച്ചിലുമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭത്തിന്റെ ആലസ്യവും വിഷമതകളും അതിലേറെയായിരുന്നു. മൊത്തത്തിൽ നീരുവെച്ച ശരീരം, അതിലേറെ ചതഞ്ഞരഞ്ഞ മനസ്സും. ജോയ്ക്കുട്ടി വന്നുപോയതോടെ അവൾ ആകെ തകർന്നു പോയിരുന്നു. അവൻ ഈ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റലിൽ വെച്ച് പോലും പെരുമാറിയ രീതി അന്നും പിറ്റേന്ന് മുഴുവനും അവൾക്കറിഞ്ഞു. ആഹാരം പോലും കഴിക്കാതെ. വിശപ്പുണ്ടായിട്ട് വേണ്ടേ കഴിക്കാൻ? തൊണ്ടയിൽ നിന്നും ഒന്നും ഇറങ്ങില്ലാത്ത ഒരവസ്ഥ. അത്രയ്ക്ക് തളർച്ച. ചുറ്റും കൂടിയവർ 1000 അഭിപ്രായങ്ങൾ പറഞ്ഞു. ആദ്യം കള്ളം പറഞ്ഞതിനും കള്ളക്കഥയുണ്ടാക്കിയതിനും അവരെ കുറ്റം പറഞ്ഞു. പിന്നെ പലരും താതാങ്ങളുടെ അഭിപ്രായ പ്രകാരമുള്ള പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു.
അവനിനി വന്നാ വീട്ടിൽ കയറ്റരുത്, ഇറക്കി വിടണം. എന്തിനാ ഇങ്ങനെ ഒരു കെട്ടിയോൻ? വീട് പണിയാൻ ഇവനോട് ആരെങ്കിലും നിർബന്ധിച്ചോ? കഷ്ടം. 185,000 രൂപ കുടിച്ചു മുക്കിക്കളഞ്ഞെന്ന് കേട്ടിട്ട് തല കുരുക്കുന്നു. എന്റെ ദൈവമേ, ഒരു 50,000 രൂപ ഉണ്ടായിരുന്നേല് നല്ല ഒന്നാന്തരം ഒരു കൊച്ചു വില വെച്ച് താമസിച്ചേനെ ഞങ്ങള്. ഓരോരുത്തര് നിവർത്തിയില്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് കാശ് അധികപ്പറ്റ്. ഒരു 10,000 രൂപ കിട്ടിയാല് ഒന്നാന്തരം ഒരു മാടൻ തല്ലിക്കൂട്ടാമായിരുന്നു. വേണ്ടാന്ന് വെച്ചാലോ, 10,000 അല്ല 10 ലക്ഷം കിട്ടിയാലും കണക്കാ ചില താതോന്നികൾക്ക്. അല്ല, അവന്റെ വീട്ടുകാരും കണക്കാ. ഈ പെണ്ണ് ആശുപത്രിയിലായിട്ട് ദിവസം എത്രയായി? ഒന്ന് വന്നോ? കുടിയാ അവനെ ചതിക്കുന്നത്. പറ്റിയ കൂട്ടുകാരും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. നല്ല ഒന്നാന്തരം ചെറുപ്പക്കാരൻ, കണ്ടാലും എടുക്കാൻ. ഇങ്ങനത്തേനായി തീർന്നല്ലോ. അത് പറഞ്ഞിട്ട് എന്താ പുണ്യം? വയറ്റിൽ കള്ളല്ലേ? ഓരോ അവന്മാര് നശിക്കാൻ നോക്കുന്നു. കുടിപ്പാർട്ടിയുടെ കൂട്ട് കിട്ടിയ കൊള്ളാവുന്നവന് നശിക്കും. കൈയുള്ള കാശ് തീർന്നാ ഒരുത്തിനും നോക്കൂല താനും. പട്ടിയെ പോലെ ആട്ടിവിടും. അന്നക്കുട്ടിയും ആലീസും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. ആലീസ് ഒന്നും മിണ്ടിയില്ല. അന്നക്കുട്ടി എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഒരു സത്യം അന്നക്കുട്ടിക്ക് ബോധ്യമാണ്. ജോയ്ക്കുട്ടിയെ ഇറക്കി വിടാൻ പറ്റില്ല. താനോ ആലീസോ വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ ഒരു ഭർത്താവ് വേണ്ടെന്ന് ആലീസ് പറഞ്ഞാലും കൂട്ടാക്കുന്നവനല്ല ജോയ്ക്കുട്ടി. അർബുദം പോലെ ആ കുടുംബത്തെ ആകെ ഗ്രസിച്ച് വിഴുങ്ങാൻ അടുത്തിരിക്കുന്ന മാരകമായ ഒരു രോഗാണു ആണവൻ. ഡോക്ടറും അവിടെ നടന്ന ബഹളം അറിഞ്ഞു. ഡോക്ടർ ആലീസിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൾ കരഞ്ഞതേയുള്ളൂ. ഒരുപാട് കുടുംബങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം, നാശം, പരിഹാരമില്ലാത്ത പ്രശ്നം, പുരുഷ മേധാവിത്വത്തിന്റെ ഇരകൾ, ഏകാധിപത്യത്തിന്റെ ബാക്കി പത്രങ്ങൾ. ഒരുപാട് പേരെ ഇങ്ങനെ അവർ നേരിടുന്നുണ്ട്. ഒരു തരത്തിലും ഒരു പരിഹാരവുമില്ലാത്ത പ്രശ്നങ്ങളാണിത്. നിങ്ങൾ വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കേസ് എടുക്കാമായിരുന്നു, അവനെ മര്യാദ പഠിപ്പിക്കാമായിരുന്നു. ഡോക്ടർ പറഞ്ഞു. 2 ദിവസം ലോക്കപ്പിൽ കിടന്ന ഏതവനും മര്യാദ പഠിക്കും. വൈകിട്ടില്ല. ഇനി ആയാലും ഞാൻ കേസ് എടുപ്പിക്കാം. എന്താ? വേണ്ട ഡോക്ടർ. ആലീസ് ഞരങ്ങി. നല്ല മനസ്സും മര്യാദയും ഒന്നും കുത്തിവെച്ചുണ്ടാക്കാവുന്നതല്ലോ. തല്ലി ചതച്ച അത് ഉണ്ടാവുകയുമില്ല. കേസാക്കിയതിന്റെ വാശിയിൽ ആ മനുഷ്യൻ എന്റെ വീട് നശിപ്പിക്കും. ഞാൻ മാത്രമല്ല ഡോക്ടർ, ആ മനുഷ്യന്റെ ഇര. അതാണ് എന്റെ സങ്കടം. അവൾ വിങ്ങി വിങ്ങി കരയുകയാണ്. ഈ ഭയം, പിന്നെ എത്രയൊക്കെ മറച്ചു വെച്ചാലും നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന സ്നേഹം, കുഞ്ഞിന്റെ പിതൃത്വം അയാളിലാണെന്ന അവകാശബോധം, അത് നിങ്ങളുടെ ഉദാരതയും ദുർബലതയും ചൂഷണം ചെയ്യുന്നു. അത് ഇവരെ പോലെ ഉള്ളവർക്ക് വളമാകുന്നു. എനിവേ, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഡോക്ടർ പിൻവാങ്ങി. എങ്കിലും ഡോക്ടർക്ക് അവളോട് വല്ലാത്ത സഹതാപമായിരുന്നു. എപ്പോഴും നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ കണ്ണുകൾ ആരിലും ദീനാനുകമ്പ ഉണ്ടാക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവത്തിനായി ലേബർ റൂമിൽ കയറി അവളോട് നന്നേ സഹതാപം കാട്ടിയിരുന്നു ഡോക്ടറും സിസ്റ്റർമാരും. മുറിവുകളുടെ വേദനയും മാനസിക പീഡനവും അതിലുപരി പ്രസവ വേദനയും. ആലീസ് മൊത്തം ഒരു വേദനയായി രൂപാന്തരപ്പെട്ടു. അവളോടൊപ്പം ലേബർ റൂമിൽ കയറ്റിയ ഗർഭിണികളൊക്കെ പ്രസവിച്ചു. അവരെ വാർഡിലേക്ക് മാറ്റി. ദൈവം അവളോട് മാത്രം കരുണ കാട്ടിയില്ല. അവളുടെ സമയമായിട്ടില്ല. വലുതായി വലുതായി ഒരു തീഗോളമായി തന്നെ വിഴുങ്ങുന്ന വേദനയിൽ അവൾ പല്ലുകൾ കോർത്ത് കടിച്ചു പിടിച്ചു. പുറത്ത് റീനയും ആനിയും അന്നക്കുട്ടിയും കൂക്കുകളും കണ്ണീരുമായി കാത്തുനിന്നു. ആലീസ് പ്രസവിച്ചു എന്ന വാർത്ത വരുന്നതും കാത്ത്. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ ആലീസ് അതിനുള്ളിൽ കഴിഞ്ഞു. നോർമൽ ഡെലിവറി നടക്കാം, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പെയിൻ ശരിയായി ഉണ്ടാകുന്നില്ല, ഡോക്ടർ പറഞ്ഞു. അതാണ് താമസം. അന്നക്കുട്ടി ശക്തമായി ആഗ്രഹിച്ചു. ജോയിക്കുട്ടി വന്നെങ്കിൽ അവനെ എങ്ങനെ അറിയിക്കും? എവിടെ പോയി കണ്ടുപിടിക്കും? പറഞ്ഞാൽ തന്നെ അവൻ വരുമെന്ന് എന്താണ് ഉറപ്പ്? വന്നാൽ തന്നെ ബഹളം വയ്ക്കാനാണ് സാധ്യതയും. എന്നാലും അന്നക്കുട്ടി ആഗ്രഹിച്ചു അവൻ വന്നെങ്കിൽ. പിറ്റേന്ന് വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു, ഇനി വൈകിയ അപകടമാണ്. 24 മണിക്കൂറാകുന്നു. ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്. ആലിസിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഒരു ഒപ്പിടണമല്ലോ. ഓപ്പറേഷൻ എന്ന് കേട്ടത് അന്നക്കുട്ടി നെഞ്ചത്തടിച്ച് കരഞ്ഞു. ചേച്ചി, ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞതിനാണോ? എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് എന്റെ പെണ്ണിനെ ജീവനോട് തിരിച്ചു തരണേ. ഞങ്ങൾ പാവങ്ങളാണ്. അന്നക്കുട്ടി കൈകൂപ്പി. ഡോക്ടർ പുഞ്ചിരിയോടെ അവരുടെ തോളിൽ തട്ടി സ്വാന്തനം പോലെ പറഞ്ഞു. അമ്മച്ചി എന്തിനാ കരയുന്നത്? റീന ചോദിച്ചു. ഇപ്പോ പ്രസവത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലും നിസ്സാരാ. അയാളെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അമ്മച്ചി ഒപ്പിട്ട് കൊടുക്ക്. സിസ്റ്റർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് അന്നക്കുട്ടി ഒപ്പിട്ടു. ഒരു വൃത്തത്തിനുള്ളിൽ ഒരു കുരിശ്. അന്നക്കുട്ടി കണ്ണീരോടെ ഒപ്പിട്ടു. ഇടയ്ക്ക് അന്നക്കുട്ടി അകത്തേക്ക് ഒന്ന് നോക്കി. ആലീസ് അമ്മച്ചിയെ ഒരു നോക്കി കണ്ടു.
ജോയിച്ചായ വന്നോ അമ്മച്ചി? ആലീസ് ചോദിച്ചു. ഒന്നിങ്ങ് വരാൻ പറയാം അമ്മച്ചി, എനിക്കൊന്ന് കാണാനാ. ഞാൻ ചത്തുപോയാ പിന്നെ എനിക്ക് കാണാൻ പറ്റുമോ അമ്മച്ചി? ഒന്ന് വിളിച്ചോണ്ട് വാ അമ്മച്ചി. ആലീസ് ചാകാൻ തീരുമാനിച്ചുറച്ചോ? ഒരു സിസ്റ്റർ അവളെ ശാസിച്ചു. മനസ്സിൽ പ്രാർത്ഥന ഉരുവിട്ടോ, ഒന്നും സംഭവിക്കില്ല. സിസ്റ്റർ അവളെ ഓപ്പറേഷന് വേണ്ടി റെഡിയാക്കിയാണ്, ഡ്രസ് ചെയ്യിക്കുകയാണ്. അവൾ ആ നിമിഷത്തിലും ശക്തമായി ആഗ്രഹിച്ചു ജോയിച്ചായനെ ഒന്ന് കണ്ടെങ്കിൽ. അവൻ അവളോട് ചെയ്തിട്ടുള്ള സർവ്വദ്രോഹങ്ങളും അവൾ മറന്നിരിക്കുന്നു. ഇപ്പോൾ അവൾ അവന്റെ രക്തത്തിൽ നിന്ന് മൂറ്റിയെടുത്ത ജീവന് ജന്മം കൊടുക്കാൻ പോവുകയാണ്. ആ പ്രക്രിയയ്ക്ക് മുമ്പ് ഒന്ന് കാണാൻ അവൾ ആഗ്രഹിച്ച തെറ്റാണോ? അല്ല, പെണ്ണായി പിറന്ന ആരും അത് ആഗ്രഹിക്കും. ഈറ്റുനോവിന്റെ മുനയിൽ കിടന്ന് പിടയുമ്പോൾ സൃഷ്ടിയുടെ അവകാശിയെ ഓർക്കും. ഒന്ന് കാണണമെന്ന് തോന്നും. ആലീസ് വെറും ഒരു പെണ്ണാണ്, സാധാരണയായ ഒരു പെണ്ണ്. പക്ഷെ ആ ആഗ്രഹം സാധിക്കാതെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവൾ കയറ്റപ്പെട്ടു. പ്രാർത്ഥനകൾ ഉരുവിട്ട് വെപ്രാളം പൂണ്ട മനസ്സുമായി അന്നക്കുട്ടിയും റീനയും ആനയും പുറത്തു നിന്നു. ഒടുവിൽ കാത്തിരിപ്പിന്റെ അന്ത്യത്തിൽ ഒരു സിസ്റ്റർ വാതിൽ തുറന്ന് പറഞ്ഞു, പെൺകുട്ടിയാണ്. അന്നക്കുട്ടി നെഞ്ചത്തൊന്ന് കൈവച്ചു. എന്റെ പെണ്ണിന് എങ്ങനെയുണ്ട് സിസ്റ്ററെ? സുഖമായിരിക്കുന്നു, ബോധം തെളിയാൻ താമസിക്കും, അത്രേ ഉള്ളൂ. അന്നക്കുട്ടി ആശ്വസിച്ചു ഒരു നിമിഷത്തേക്ക്. അടുത്ത നിമിഷം നിരാശയോടെ അവൾ പെൺമക്കളോട് പറഞ്ഞു, അതും പെണ്ണാണ്. ഒരാൺകുഞ്ഞിനെ കയ്യിലെടുക്കാൻ എനിക്ക് യോഗമില്ലാതായല്ലോ കർത്താവേ. റീനയും ആനയും പ്രാർത്ഥിച്ചതാണ് ആ കുഞ്ഞ് ആണാകാൻ. പക്ഷെ എന്തു ചെയ്യാൻ, പിറന്നത് പെൺകുഞ്ഞായിപ്പോയി. സാരമില്ല, ദൈവം തരുന്നതിന് രണ്ടു കൈയും കൂട്ടി മേടിക്കുക, അതാണ് ധർമ്മം. അന്നക്കുട്ടി സമാധാനിച്ചു. ആലീസിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇനിയും ആൺകുഞ്ഞുണ്ടാവും. ആലീസിനെ വാർഡിൽ വീണ്ടും കിടത്തി. അവൾക്ക് ബോധം ക്രമേണ ഉണ്ടായി. അവൾ കുഞ്ഞിനെ കാണാൻ ആർത്തിയോടെ നോക്കി. പഴയ തുണിയിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ അവൾക്ക് കാട്ടിക്കൊടുത്തു. പെൺകുഞ്ഞാണ്. ആലീസിന്റെ ചങ്കിടിച്ചു പോയി. ആണാണ്, എനിക്കറിയാം, ജോയ്ക്കുട്ടി ഒരിക്കൽ ദൃഢമായി പറഞ്ഞതോർത്തുപോയി. ആണായിരിക്കുമെന്ന് ആലീസും തീർച്ചപ്പെടുത്തിയിരുന്നു. എങ്കിലും തന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയെടുത്ത ഒരു കുഞ്ഞു ശരീരം. ആലീസ് കുഞ്ഞിനെ ഒന്ന് തലോടി. ജോയിച്ചാൻ വന്നില്ലേ? ഇല്ല, അന്നക്കുട്ടി പറഞ്ഞു. ആലീസിന്റെ കണ്ണുകൾ നിറഞ്ഞ് ഇരുവശത്തുകൂടെയും ഒഴുകി. ആലീസിന് തീരെ വയ്യായിരുന്നു, ഒട്ടും ആരോഗ്യമില്ല. നന്നായി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. അവക്ക് അനങ്ങാനോ തിരിയാനോ വയ്യായിരുന്നു. എന്തിനും ഒരാൾ വേണം. അത്രയ്ക്ക് ആവശ്യതയും ക്ഷീണവും. പോരാത്തതിന് ഓപ്പറേഷൻ നടന്നതിന്റെ തളർച്ച, കുത്തിക്കെട്ടിന്റെ വേദന, വലിച്ചിൽ. റീന എന്ന 3-4 ദിവസത്തേക്ക് തയ്ക്കാൻ പോണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഇവളെങ്ങനെ നോക്കും? അന്നക്കുട്ടി പറഞ്ഞു. റീന സമ്മതിച്ചു. ആലീസിനേക്കാൾ ക്ഷീണവും തളർച്ചയും അമ്മച്ചിക്കുണ്ടെന്ന് റീന കണ്ടു. ആനി തനിയെ മടങ്ങി. പിറ്റേന്നാണ് ജോയ്ക്കുട്ടി ഹോസ്പിറ്റലിൽ വന്നത്. ആലീസ് പ്രസവിച്ചു എന്നറിഞ്ഞുകൊണ്ട് വന്നതായിരുന്നില്ല. 2 ദിവസമായിട്ട് ഒരു ഓട്ടമുണ്ടായിരുന്നു, തിരുവനന്തപുരം വരെ. അന്ന് രാവിലെയാണ് അവൻ എത്തിയത്. വരുന്ന വഴി ഹോസ്പിറ്റലിൽ ഒന്ന് കയറാമെന്ന് വെച്ചു. അടുത്ത് വന്നപ്പോഴാണ് ആലീസ് കണ്ടത്. റീന കുഞ്ഞിന്റെ തുണി കഴുകി ഉണക്കാൻ ഹോസ്പിറ്റലിന് പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അന്നക്കുട്ടി കരയുന്ന കുഞ്ഞിനെ കയ്യിൽ വെച്ച് അനക്കിയും രാരാരോ പാടിയും ഉറക്കാൻ നോക്കിയാണ്. വിശന്നിട്ടാണ് കുട്ടി കരയുന്നത്. അതിന് വയറ് നിറയാൻ മാത്രം പാൽ ആലീസിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല. അതാവാം കാര്യം. ആലീസിന് അതും സങ്കടമായി. 3-4 ദിവസം കഴിഞ്ഞ പാലുണ്ടാവും പെണ്ണെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലാ. അന്നക്കുട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജോയ്ക്കുട്ടിയെ കണ്ടത്. അന്നക്കുട്ടി അവനെ കണ്ട് ഒന്ന് വല്ലാതായി. ജോയ്ക്കുട്ടി സ്തംഭനാവസ്ഥയിലായിരുന്നു. ആലീസ് കഴിഞ്ഞ ദിവസത്തേതുപോലെ വീർത്ത വയറും താങ്ങിയിരിക്കുകയാണ് എന്ന് കരുതിയാണ് വന്നത്. വന്നപ്പോഴോ താൻ ഒരു പിതാവായിരിക്കുന്നു. ജോയ്ക്കുട്ടിക്ക് എന്തോ പെട്ടെന്ന് വലിയ ഒരാളായ തോന്നൽ. അവന്റെ മുഖം വിടർന്നു, കണ്ണുകളൊന്ന് തിളങ്ങി. അവയിൽ അഭിമാനം തിളങ്ങി. ആ കണ്ണുകൾ മെല്ലെ കുഞ്ഞിന്റെ മുഖത്ത് പതിഞ്ഞു. ജോയ്ക്കുട്ടി അറിഞ്ഞു, തന്റെ കുഞ്ഞ്, തന്റെ അതേ ഛായ. സന്തോഷം തിങ്ങിപ്പോയി. കണ്ണുകൾ മെല്ലെ താഴേക്ക് സഞ്ചരിച്ചു. പെട്ടെന്ന് അവന്റെ മുഖം മങ്ങി. കടന്നൽ കുത്തേറ്റ ഭാവം. കണ്ണുകളിൽ വെറുപ്പും വിദ്വേഷവും പുച്ഛവും നിറഞ്ഞു. അവൻ ബെഡിനടുത്തേക്ക് നീങ്ങി. പിന്നെ പല്ല് കടിച്ചു പിടിച്ച് ചോദിച്ചു, ഒരു പെണ്ണിനെ പെറ്റിട്ടു അല്ലേ? നിന്നെ കൊണ്ട് ഒരാണിനെ പറയാൻ കഴിഞ്ഞോ? ആലീസ് അവനെ നോക്കി ദീനതയോടെ. അറിയോ നിനക്ക്? മോള് പ്രസവിച്ചത് ആൺകുഞ്ഞിനെയാ, ജോർജിന്റെ പെമ്പിള. ജോയ്ക്കുട്ടിക്ക് വല്ലാതെ കലി വന്നു. ഞാൻ ഇനി എങ്ങനെ അവനെ നേരിടും? പറയടി. ജോയ്ക്കുട്ടി കൈ ചൂണ്ടി. വേണ്ട, എനിക്കിതിനെ വേണ്ട, ഇതിനെയും കൊണ്ട് അങ്ങോട്ട് വരണ്ട. ജോയ്ക്കുട്ടി കലിയോടെ അവിടെ നിന്ന് പുറത്തുപോയി.
ആണല്ല ഉണ്ടായത്. ഇത്തിരി നിരാശ തോന്നാം, അത് സ്വാഭാവികം, പ്രത്യേകിച്ച് ആൺകുട്ടിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾക്ക്. എന്നാലും ആ കുഞ്ഞു ജോയിക്കുട്ടിയുടേതല്ലേ, അവന്റെ കന്നി കുരുന്നല്ലേ. അവൻ ഒരു പുരുഷനാണ് എന്ന് അഭിമാനത്തോടെ ലോകത്തെ വിളിച്ചറിയിക്കുന്ന ആദ്യത്തെ സൃഷ്ടി. അവന്റെ മുഖം അപ്പാടെ ചെറുതായി വാർത്തു വെച്ചിരിക്കുന്നത് പോലെ. എന്നിട്ടും ജോയിക്കുട്ടി ആ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് പാഞ്ഞുപോയി. ഒന്ന് അടുത്തു ചെല്ലുകയോ ഒന്ന് എടുക്കുകയോ ആദ്യ സന്താനത്തെ ഒന്ന് ഉമ്മ വയ്ക്കുകയോ ചെയ്യാതെ. പെണ്ണിനെ പെറ്റിട്ടു വന്ന് ആണിന് പെറാൻ കഴിഞ്ഞുവെന്ന്. ആലീസ് വേണ്ടെന്ന് വെച്ചിട്ടാണോ ആണിനെ പ്രസവിക്കാതിരുന്നത്? പെണ്ണിനെയും കൊണ്ട് ചെല്ലണ്ട എന്ന്. ഈ പെൺകുഞ്ഞിനെ കളയാനോ, പകരം ഏതെങ്കിലും ഒരു ആൺകുഞ്ഞിനെ കൊണ്ടു ചെല്ലാനോ? എന്താണ് അവൻ അർത്ഥമാക്കിയത്? തന്ത അവനല്ലേ, എന്നാ പിന്നെ ഒരാണിനെ തന്നെ കൊടുക്കാത്തതെന്താ അവൻ? കേട്ടു നിന്നിരുന്നവർ അടുത്തെത്തി. കണ്ണീച്ചോരയില്ലാത്തവൻ. അവന്റെ വിചാരം ഈ പെങ്കൊച്ചു മനഃപൂർവ്വം പരിശ്രമിച്ച് പെണ്ണിനെ പെറ്റതാണെന്നാണോ? വയറ്റില് കള്ളാണ്, പിന്നെ എന്താ വിചാരിക്കാൻ മേലാത്തത്? ഇവന്റെ കൂടെ ഇനി എങ്ങനെ പൊറുക്കും? പലരും പലതും പറഞ്ഞു. ആലീസ് ഒന്നും കേൾക്കുകയല്ല, ഒന്നും കാണുകയല്ല. അന്ധയും ബദരിയുമായിരിക്കുന്നു അവൾ. മൂകയും ചലനമില്ലാത്ത വെറും മരത്തടി പോലെ കിടക്കുകയാണവൾ. അന്നക്കുട്ടി കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി. ഇത്രയേറെ നിർഭാഗ്യത്തിന്റെ അത്യഗാധതയിലേക്ക് തലകുത്തി വീഴാൻ വേണ്ടിയാണോ ഇതിന്റെ പിറവി? ജോയിക്കുട്ടി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അന്നക്കുട്ടി. കയ്യിൽ നയാ പൈസ ഇല്ലാതായിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തായിരുന്നല്ലോ ആലീസിനെയും കൊണ്ട് പോന്നത്. ഇടയ്ക്ക് ചെന്ന് അന്നക്കുട്ടി കോൺട്രാക്ടർ ഭരതനോട് കുറച്ച് പൈസ മേടിച്ചു. പണിക്ക് പോയിട്ടാണെങ്കിൽ നാളെ എത്രയായി? റീന തയ്യക്കടയിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചു, അതും തീർന്നു. സർക്കാർ ആശുപത്രിയിലാണെങ്കിലും തൊട്ടതിനും പിടിച്ചതിനും എല്ലാറ്റിനും ചെലവാണ്. മരുന്ന് കുറിച്ച് തരുന്നതെല്ലാം വാങ്ങിക്കണം. ഒരു പ്രസവത്തിന്റെ ചെലവ് മാത്രമല്ലല്ലോ ആലീസിന്. മുറിവുകളും ചതവുകളും മുതൽ ചികിത്സിച്ച് വരികയല്ലേ. എല്ലാം തീർന്നിരിക്കുന്നു, ചില്ലി പൈസ വരെ. ഇന്നലെ പിറന്ന ഈ കുഞ്ഞിനെ വെറും പഴയ തുണിയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടിയുടുപ്പ് വാങ്ങിച്ചിടിവിക്കാൻ പോലും നിവൃത്തിയില്ല. കുട്ടിയുടുപ്പിനൊക്കെ എന്താ വില? ജോയിക്കുട്ടി വരുമ്പോ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച കുറച്ച് പണം വാങ്ങണമെന്ന് അന്നക്കുട്ടി തീർച്ചപ്പെടുത്തിയിരുന്നതാണ്. എങ്ങനെയും ഇവിടെ നിന്ന് പോകുന്നത് വരെ കഴിയണമല്ലോ. പെണ്ണിന് മരുന്ന് വാങ്ങണമല്ലോ. പക്ഷെ ഇനി എന്തു ചെയ്യും? റീന കഴുകി ഉണക്കിയ തുണികളുമായി വരുമ്പോ അന്നക്കുട്ടിയും കരയുകയായിരുന്നു. വല്ലാത്തൊരു പന്തികേട് തോന്നി അവൾക്ക്. ചോദിച്ചിട്ട് ഇരുവരും കാര്യം പറയുന്നുമില്ല. അടുത്ത ബെഡിനടുത്ത് നിന്ന് സ്ത്രീ പറഞ്ഞു, ആ കൊച്ചിന്റെ കെട്ടിയ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയി. പെറ്റത് പെണ്ണിനാണത്രേ. ഓ. റീന പിന്നൊന്നും ചോദിക്കാനെന്നില്ല. ഒരു വെറും കാട്ടുപോത്ത് പിറക്കേണ്ടിയിരുന്ന നേരത്ത് അതേ ഉயிருമായി പിറന്ന മനുഷ്യൻ. വിവേകവും മനുഷ്യത്വവും മനസ്സലിവും പിന്നെ എങ്ങനെ ഉണ്ടാവും? ഒരു മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിക്കാമോ? നീചനാകാമോ? ഈ മനുഷ്യനുമായി ആലിച്ചേച്ചി പ്രേമിച്ചതാണ്. ഈ മനുഷ്യന്റെ തനി നിറം തരുമ്പും ആലിച്ചേച്ചി മനസ്സിലാക്കാതെ പോയതെന്തേ? വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ആലിച്ചേച്ചി പറഞ്ഞിരുന്നതോർത്തു. ഇത്ര സ്നേഹമുള്ള മനുഷ്യൻ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് പോലും സഹിക്കത്തില്ല. അവിടുത്തെ എല്ലാവരും നല്ലവരാണ്, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ. ജോയിച്ചാണെങ്കില് സ്നേഹം കൊണ്ട് എന്നെ മൂടുക. എന്റെ ഭാഗ്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാ ജോയിച്ചായനെ കിട്ടിയത്. എല്ലാവരുടെയും ഭാഗ്യം. റീന അമർഷത്തോടെ പല്ലു കടിച്ചു. ഭാഗ്യം വാരി വിതയ്ക്കാൻ എത്തിയ മനുഷ്യൻ. ഭാഗ്യങ്ങൾക്ക് പോലും കാലനാണ് അയാൾ. പൈസയുടെ കാര്യം പിന്നെയും പ്രശ്നമായി. ആലിസിനെയും കൊണ്ട് ഇനി ഒരു 10 ദിവസം കൂടി കഴിയാതെ പോകാൻ വയ്യ. നിർബന്ധിച്ചാലും ഡോക്ടർ വിടുമെന്ന് തോന്നുന്നില്ല. എന്നാലും പറഞ്ഞു നോക്കാം സ്ഥിതിഗതികൾ. അതിനാണെങ്കിലും ഇപ്പൊ എത്തി പറ്റുമോ? ഒരാഴ്ചയെങ്കിലും കഴിയാതെ? അതുവരെ കഴിയണമല്ലോ. അന്നക്കുട്ടിയും റീനയും കൂടി ആലോചനയായി. ഒരു ജീവിതകാലം മുഴുവൻ കോൺട്രാക്ടർ ഭരതന്റെ കൂടെ പണി ചെയ്തതാണ്, ഇനിയും ചെയ്യാനുള്ളതാണ്. പക്ഷെ ഒരു അത്യാവശ്യത്തിന് ഇത്തിരി പണം ചോദിച്ചാ ആ മുഖം കറുക്കും. എന്നിട്ടും അന്നക്കുട്ടിയുടെ സ്ഥിതി അറിയാവുന്നത് കൊണ്ട് കുറച്ച് കൊടുക്കുകയും ചെയ്തു. മുഴുത്ത മരുമോനില്ലേ നിങ്ങൾക്ക്, പിന്നെ ഇതിനാ കാശിന് കുഴപ്പം? അവൻ കൂട്ടുകൂടി ഷാപ്പിലും ബാറിലും ഒക്കെ ഇരുന്ന് ഒരു ദിവസം വീശിക്കളയുന്ന പണമുണ്ടെങ്കില് ഒരു മാസം നിങ്ങൾക്ക് കഴിയാം, അറിയോ? പിന്നെ നിങ്ങളെന്തിനാ കാശിന് ഓടി നടക്കുന്നേ? ആരാണ്ട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കെട്ടിയന്റെ വട്ട് പോർന്നതായിരിക്കും അല്ലേ എന്നൊരു കളിയാക്കലും. മുഖമടച്ച് ആട്ടാൻ തോന്നി. തന്ന പണം മുൻപിലേക്ക് എറിയാനും. പക്ഷെ കഴിഞ്ഞില്ല. മുഴുത്ത മരുമോൻ പണം കൊടുക്കുന്നത് ഷാപ്പിലാണ്, തന്റെ കയ്യിലല്ല. താൻ നോക്കുന്നത് ഇപ്പോ മകളെയാണ്. അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് അവളെ തള്ളിയിടാൻ വയ്യ. റീനയുടെ തയ്യൽ കട ഉടമസ്ഥൻ ഭരതനേക്കാൾ കഷ്ടമാണ്. തയ്ക്കുന്ന കൂലി ഒഴിച്ച് ഒരു പൈസ കൂടുതൽ ചോദിക്കുന്നത് പ്രാണസങ്കടമാണ്. ഇല്ലെന്നാണ് പറയുക.
കാര്യങ്ങൾ കഴിയുന്നത് നമ്മെ കഷ്ടിച്ചും. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ മിച്ചം ഉണ്ടാകുമോ? ഉണ്ടായിട്ട് വേണ്ടേ തരാൻ? നിവൃത്തിയില്ലാത്ത ഒരു പാവപ്പെട്ടവൻ പണം വായ്പ ചോദിച്ചാ പണം കയ്യിലുള്ള ഏവനും കൊടുക്കാൻ മടിക്കും. തിരിച്ചു കിട്ടുമോ എന്ന വേവലാതിയാണ് കാരണം. വന്നവനെ മുഷിപ്പിക്കാതിരിക്കാൻ ദയനീയമായ ഒരു മുഖംമൂടി അണിയും. ആ മുഖംമൂടി കാണുന്നത് റീനയ്ക്കും വെറുപ്പാണ്. കഴിയുന്നതും കൂടുതൽ ചോദിക്കാറില്ല തന്നെ. എന്നിട്ടും ഈ ആവശ്യത്തിന് ചോദിച്ച് കിട്ടി. ഇനിയും ഇങ്ങനെ അന്നക്കുട്ടിയും റീനയും പരസ്പരം ഇങ്ങനെ ചോദിച്ച് വീഴ്ചിരിക്കെ ആലീസ് മെല്ലെ തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ചെയിൻ കൊളുത്ത് വിടർത്തി ഊരിയെടുത്തു. അതിൽ നിന്നും മിന്നും ഊരി മാറ്റി. പിന്നെ അത് അന്നക്കുട്ടിയുടെ നേരെ നീട്ടി. വേണ്ട പെണ്ണെ, അന്നക്കുട്ടി പറഞ്ഞു. അത് വേണ്ട. ഒന്നാമത് അതിന്റെ ഒരു പച്ചയേ ഉള്ളൂ, കഴുത്ത് നീണ്ട് എല്ലും തെളിഞ്ഞ്. രണ്ടാമത് അവനോട് ചോദിക്കാണ്ട് ചെയ്താല് അവൻ എല്ലാം തവിട് പൊടിയാക്കും. ആ മനുഷ്യനോട് ചോദിച്ചിട്ടാണോ അമ്മച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ആലിസ് ചോദിച്ചു. അത്യാവശ്യത്തിന് ഉപകരിക്കാനാണിത്. ഇത് ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്ത് പുണ്യം? ഇതിപ്പോ എനിക്ക് ഒരു ഭാരമാണ് അമ്മച്ചി, ഈ മിന്നു പോലും. ആലിസ് മുഖം തിരിച്ചു. അമ്മച്ചി ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യേ. ആ മനുഷ്യൻ വന്നാലും ഇതിനപ്പുറം എന്ത് സംഭവിക്കാനിരിക്കുന്നു? അന്നക്കുട്ടി മിണ്ടിയില്ല. അവർ അത് കൊണ്ടുപോയി പണയം വെച്ചു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി. ആലിസും അന്നക്കുട്ടിയും റീനയും ഹോസ്പിറ്റലിൽ. ആഹാരം ആണി തയ്യാറാക്കും. റീന എപ്പോഴെങ്കിലും വന്ന് ആഹാരം കൊണ്ടുപോകും. ചേച്ചി അങ്ങ് വീട്ടിൽ പോയി കിടന്നോണം, റീന ഇന്നും ഓർമ്മിപ്പിക്കും. ആനി തലയാട്ടും. പക്ഷെ അവൾ ഒരു ദിവസം പോലും പോയില്ല. ജോയ്ക്കുട്ടി എന്നും രാത്രിയിൽ വന്നു എന്നതുകൊണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ദിവസം വൈകുന്നേരം എത്തിയപ്പോഴേ ആനി പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയോ? ആലിസ് പ്രസവിച്ചു. ശക്തമായ മൂളൽ. എന്തേ? എനിക്ക് വേണ്ടത് ഒരു ആൺകുട്ടിയായിരുന്നു, അറിയാവോ? ജോയ്ക്കുട്ടിയുടെ മുഖം വല്ലാതെ കരുവാളിച്ചിരിക്കുകയാണെന്ന് ആനി കണ്ടു. അത് അവളുടെ കുറ്റമാണോ എന്ന് ചോദിക്കാൻ ആനി ആഞ്ഞതാണ്. പക്ഷെ ചോദിച്ചില്ല. അത്ര കടുത്തതായിരുന്നു അവന്റെ മുഖഭാവം. ഈ മുഖഭാവത്തിൽ അടുത്ത മറുപടി അല്ലെങ്കിൽ അടുത്ത നടപടി എന്തെന്ന് ഭയന്നാകണം ആലിസും നിശബ്ദയായി തീർന്നത് എന്ന് ആനി മനസ്സിലാക്കി. ആ ഒരു ഭാവം തന്നെ താനും കൈക്കൊണ്ടാലോ? അവൾ ധൈര്യം സംഭരിച്ചു. അതിപ്പോ അവളുടെ കുറ്റമാണോ? വിസ്തരിക്കേണ്ട, മതി. കുറ്റം ആരുടേതെന്ന് ചെവിഞ്ഞെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ എത്തിയത്, മനസ്സിലായോ? ശക്തമായ സ്വരം. ആനിയുടെ ശക്തി ചോർന്നുപോയി. നാവ് തളർന്നുപോയി. ആനി അറിഞ്ഞു ആലിസിന്റെ തകർച്ചയുടെ തുടക്കം. എന്നാലും ആനിക്ക് അവനെ വെറുക്കാൻ കഴിയുന്നില്ല, ആലിസിനെ പോലെ തന്നെ. കാരണം രാത്രികൾ സ്വതന്ത്രങ്ങളായിരുന്നു. അവൻ അധികാരമുള്ള ഭർത്താവായി, അവൾ വിധേയത്വമുള്ള ഭാര്യയായി. അംഗീകാരമില്ലാത്ത ഭാര്യയും ഭർത്താവും. സ്നേഹപൂർവ്വം അവൾ അവനായി ആഹാരം വിളമ്പി ഊട്ടി. സ്വാതന്ത്ര്യത്തോടെ പായ തട്ടിക്കുടഞ്ഞു വിരിച്ചു. സ്വാതന്ത്ര്യത്തോടെ അവന്റെ അടുത്ത് കിടന്നു. ഒട്ടും ഭയക്കാതെ, ആരും കാണുമെന്ന് പേടിക്കാതെ. പുലരും വരെ ശാന്തയായി സമാധാനത്തോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും പൊതിഞ്ഞു പിടിച്ചു. ഈ ജന്മത്തിൽ സാധിക്കില്ലെന്ന് കരുതിയ ഒരു സൗഭാഗ്യം ആനി കരുതി. ഇനി മരിച്ചാലും വേണ്ടില്ല, എല്ലാം നേടി എന്നൊരു തോന്നൽ. എല്ലാം നേടിയോ? ഇനിയും ആഗ്രഹങ്ങൾ. ഒരമ്മയാകണം, കുഞ്ഞിനെ പ്രസവിക്കണം, പാലൂട്ടണം, വളർത്തണം. സ്വാതന്ത്ര്യത്തോടെ പകൽ വെട്ടത്തിൽ ഒരാണിനെ തൊട്ടുരുമ്മി നടക്കണം. മനസ്സ് മുരടിച്ചിരുന്ന കാലത്ത് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് മുൻപിൽ. സാധിക്കുമോ? എങ്ങനെ സാധിക്കും? ആനിക്ക് വെപ്രാളമായി, സങ്കടമായി. ഒരു വേള അവൾ ആഗ്രഹിച്ചു പോയി, ആലീസ് ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ എങ്ങും വരാതിരുന്നെങ്കിൽ, റീനയും അമ്മച്ചിയും ഒരിക്കലും ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ, താനും ജോയിക്കുട്ടിയും മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്തെ അവൾ സ്വപ്നം കണ്ടു. ആ ലോകത്തെ മാത്രം അവൾ കൊതിച്ചു. ആ ലോകത്തിലേക്ക് അവൾ താൻ അറിയാതെ ഇറങ്ങി ചെല്ലുകയാണ്. ഒരു ദിവസം ഒരേ കട്ടിലിൽ അവനോടൊപ്പം കിടക്കവേ അവൾ ചോദിച്ചു, എന്നാണ് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക? എന്തിന്? അവൻ ചോദിച്ചു. ഡോക്ടറെ കാട്ടി എന്നെ ചികിത്സിപ്പിക്കുക എന്ന് പറഞ്ഞത് മറന്നോ? ഏയ്, മറക്കാനോ? പിന്നെ പോകാം, ആലിസൊക്കെ ഇങ്ങ് വന്നോട്ടെ. ആലിസൊക്കെ വന്ന എനിക്ക് പെട്ടെന്ന് സങ്കടം പൊട്ടി. എന്താ? അവൾ വന്നു കഴിഞ്ഞാ എന്നെ ഉപേക്ഷിക്കുമോ? എന്നെ അവഗണിക്കുമോ? പിന്നെ അവളോടല്ലേ സ്നേഹം, അവളല്ലേ ഭാര്യ. അപ്പൊ നീയോ? ഞാനാരാ? നീ പറയും. എനിക്കുള്ള സ്ഥാനം ഈ മനസ്സിലെന്താ? എല്ലാ സ്ഥാനവും ഉണ്ട്. എന്ന് വെച്ചാ ആലീസിനേക്കാ എന്നോട് സ്നേഹം നിനക്കാണ് അല്ലേ?
എനിക്കെന്റെ ജീവനെ പോലെ സ്നേഹ. എനിക്കും അതെ. ആനിക്ക് ആഹ്ലാദം കൊണ്ട് കണ്ണുകൾ തുളുമ്പി. അവൾ അവന്റെ ശരീരത്തോടെ കുറച്ചുകൂടി ചേർന്നു കിടന്നു. ചേർന്ന് അവനിലേക്ക് ലയിച്ച് ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്നത് പോലെ. പിറ്റേന്ന് അതിരാവിലെ പോകുന്നതിന് മുമ്പ് ജോയ്ക്കുട്ടി കുറെ പണം അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി. എന്തിനാ? നീ വച്ചോ. പിറ്റേന്നും കൊടുത്തു പണം. എന്നും കൊടുത്തു. പല ദിവസവും ഓരോ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നിരുന്നു. അവൾക്കുള്ള സ്നേഹ സമ്മാനങ്ങൾ. സാരി ഉൾപ്പെടെ എല്ലാം അവൾ അവളുടേതായ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ചെറിയ കാൽപ്പെട്ടിക്കുള്ളിൽ വെച്ചു. അവൾ ആ പെട്ടിയുടെ കാവൽക്കാരിയായി, നീതി കാക്കും ഭൂതം പോലെ. ഒരു ദിവസം റീന വന്നപ്പോ ആനി ആ പണമൊക്കെ അവളെ ഏൽപ്പിച്ചു. എവിടുന്ന രൂപ? റീന ചോദിച്ചു. ജോയ്ക്കുട്ടി തന്നാണ് നിന്റെ തരാൻ. അയാൾ എപ്പോ വന്നു? കുറച്ചു മുമ്പേ. ആനി പരുങ്ങി. അയാള് രാത്രിയിൽ വന്നോ നാളത്തെ പോലെ? ഇല്ല. ആനിക്ക് വിമ്മിട്ടമായി. അയാൾക്കിത് അവിടെ കൊണ്ടുതരാൻ മേലായിരുന്നോ? റീന ചൂറി. ആനി മിണ്ടിയില്ല. ചോറും കൊണ്ടു പോകാൻ നേരം റീന പറഞ്ഞു. നാളെ അമ്മച്ചി ആലുചേച്ചിയും വരും. തലക്കടിയേറ്റതുപോലെ ആനി മരവിച്ചു പോയി. ചോറും കൊണ്ട് പോകുന്ന റീന ടൗണിൽ എത്തിയപ്പോൾ അതേ വണ്ടിയിൽ നിന്നും തന്നെ ദാനിയേലും ഇറങ്ങി. അവനെ കണ്ട നിമിഷം തന്നെ റീനയുടെ മുഖമൊന്ന് തിളങ്ങി. അവൻ സുന്ദരനാണ്. ഇടപഴകുന്ന രീതിയും അവൾക്ക് ഇഷ്ടമായി. കുറെ ദിവസമായിരുന്നു തമ്മിൽ കണ്ടിട്ട്. പക്ഷെ അവന്റെ സ്നേഹം വിശ്വസിച്ചെങ്ങനെ സ്വീകരിക്കും? എപ്പോഴും എല്ലാറ്റിനും റീനയ്ക്ക് സംശയമാണ്. വിവാഹത്തിന് മുമ്പ് തന്നെ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തവളാണ് ആലിച്ചേച്ചി. പക്ഷെ ഒരു മിന്നു കിട്ടിയതോടെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരുന്നു. പണമുള്ള വീട്ടിൽ പണമുള്ളവന്റെ ഭാര്യയായി ചെല്ലാൻ പണമില്ലാത്തവൾക്ക് എന്ത് അർഹതയാണുള്ളത്? പണവും കൊണ്ട് ചെല്ലുന്നവർക്ക് സ്നേഹം കിട്ടും, ജീവിതം കിട്ടും. ദാനിയലിന്റെ വീട്ടുകാർക്കും സാമാന്യം നല്ല ചുറ്റുപാടുണ്ട്. ഓട്ടു കമ്പനി സ്വന്തമായി നടത്തുന്നവരാണ്. ചിറ്റാഴത്തുകാർ അത്ര മോശക്കാരല്ല. അവിടേക്ക് ചെല്ലാൻ കുറ്റിക്കാട്ടെ ഭ്രാന്ത് കറിയയുടെ മകൾക്ക് എന്താണ് യോഗ്യത? ജോയ്ക്കുട്ടി ആലിച്ചേച്ചിക്ക് കൊടുത്ത ജീവിതം എന്താണ്? ക്രൂരമായ ഭർസനം, മാനസിക പീഡനം. ഒരു നിമിഷം പോലും സ്വൈരം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ജീവിതം എന്തിന്? അങ്ങനെ ഒരു ഭർത്താവ് എന്തിന്? എല്ലാം സുഗമമായി നടക്കുന്നത് പണത്തിന്റെ പുറത്താണ്. പണം വേണം. ആ ആശങ്ക എപ്പോഴും ഉള്ളിലുള്ളതിനാലും വെറും മൃദുല വികാരങ്ങൾക്ക് മാത്രം വഴങ്ങാത്ത മനസ്സായതിനാലും റീന ദാനിയലിൽ നിന്ന് ഒരു കൃത്യമായ അകലം സൂക്ഷിച്ചിരുന്നു. അവൻ വെച്ചു നീട്ടിയ സ്നേഹം തലകുലുക്കി ഏറ്റുവാങ്ങിയതുപോലും തെറ്റാണെന്ന് പലപ്പോഴും അവൾക്ക് തോന്നിയിട്ടുണ്ട്. ദാനിയൽ പക്ഷെ അവളെ കാണാനും സംസാരിക്കാനും ശ്രമിക്കുന്നു. ആലിസിന്റെ ആശുപത്രി പ്രശ്നം കാരണം റീനയെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. അതുകൊണ്ട് തന്നെ കാത്തു നിന്നാണ് റീന യാത്ര ചെയ്യുന്ന വണ്ടിയിൽ കയറിയതും ടൗണിലെത്തിയതും. റീന ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിന്നു. അവൻ അവൾക്ക് അരികിൽ വന്നു. അവൾ വല്ലാതെ ഭയന്ന് വിളറിയിരുന്നു. ആരെങ്കിലും കണ്ടാലോ? അതായിരുന്നു ഭയം. റീനയെ ഒന്ന് കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? വല്ലാത്ത വീർപ്പുമുട്ടല്. ദാനിയേൽ പതിയെ പറഞ്ഞു. അതിപ്പോ ഒത്തിരി ദിവസമൊന്നും ആയില്ലല്ലോ, ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അവൾ പറഞ്ഞു. ഒരാഴ്ച കൊള്ളാം, ഒരു വർഷം പോലെയാണ് എനിക്ക് തോന്നിയത്. ദാനിയേൽ പരിഭവിച്ചു. ഞാൻ പോകുക, ആരെയും കാണും. റീന നാലുപാടും കണ്ണോടിച്ചു. എന്നാ ഇവിടെ നിൽക്കണ്ട, നമുക്ക് കോഫി ഹൗസിൽ പോവാം, ഒരു കാപ്പി കുടിക്കാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. അയ്യോ വേണ്ട, കോഫി ഹൗസിൽ കയറാനോ? എന്റെ ഈശോയെ! അവൻ എന്തോ അതിക്രമം കാട്ടിയതുപോലെ കുറ്റപ്പെടുത്തുന്ന സ്വരമായിരുന്നു അവക്ക്. എന്താ, ഒരു കോഫി ഹൗസിൽ കയറി എന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കുക? എന്റെ അമ്മോ, ഞാനില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നത്? എന്താ പറയാനുള്ളത്? എന്തിനാണ് പറയുന്നത്? ഞങ്ങൾ പാവങ്ങളാ, നിങ്ങൾ പണക്കാരും. ഒടുവില് പിന്നെ അത് വിഷമമാകും എന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ ആലിച്ചേച്ചിയെ ഒരു മനുഷ്യൻ കെട്ടിയതും ശേഷമുള്ള കാര്യങ്ങൾ മതിയല്ലോ. വേറെ ആരും ഒന്നും പറഞ്ഞറിയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരേ അളവുകോലാണോ? ആലിച്ചേച്ചിയെ പോലെ തന്നെയാണ് ഞാനും. സ്ത്രീധനം എന്ന പേര് തരാൻ ഒന്നുമില്ല. ചിറ്റാഴത്തുകാരുടെ പണവും പദവിയും എനിക്കറിയാം. ചിറ്റാഴത്തുകാർക്ക് എന്തെങ്കിലും ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ. ഒരു കാര്യം തീർത്ത് ഞാൻ പറയാം. റീനയുടെ ചേച്ചിക്കുണ്ടായ അനുഭവം റീനയ്ക്കുണ്ടാവില്ല. കാരണം ഞാൻ ജോയിക്കുട്ടിയല്ല, ദാനിയലാണ്. എന്തോ എനിക്കൊന്നും അറിയില്ല. ഓർക്കുമ്പോ വല്ലാത്തൊരു വിറയലാണ്, ആകെ പേടി. റീന, എന്നെ ഒന്ന് വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദാനിയൽ സ്വയം ചോദിച്ചു. എന്തു ചെയ്താലും എനിക്ക് ഭയം മാറില്ല. കാരണം ചിറ്റാഴത്തുകാര് എന്നെ അംഗീകരിക്കില്ല, തീർച്ച. ചേരുന്ന പൊന്നും പണവും ഇല്ലാതെ. ചിറ്റാഴത്തുള്ളവരും മുഴുവനല്ല റീനയെ സ്നേഹിക്കുന്നതും സ്വന്തമാക്കുന്നതും, ഞാൻ മാത്രമാണ്. ഈ ഒരാളുടെ മനസ്സ് തെല്ലു മാറിപ്പോയ പോരെ?
മാറില്ല എന്ന് എന്താണ് ഉറപ്പ്? ഞാൻ നിന്റെ മുന്നിൽ തോറ്റു റീനെ. റീനയ്ക്ക് കണ്ണു നിറഞ്ഞു. ആ മനുഷ്യന്റെ കരുത്തും തന്റെ ഇടവും സ്നേഹവും അയാളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ആലി ചേച്ചിയുടെ കല്യാണം നടന്നത്. അയാൾ തെറ്റിയതോടെ എല്ലാം തെറ്റി. ഇപ്പോ ചേച്ചി ഹോസ്പിറ്റലായിട്ട് ആഴ്ച 3 പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ പോലും ആ വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല. ഒക്കെയും അനുഭവിക്കാൻ ഞങ്ങൾ മാത്രം. അത് ഓർക്കുമ്പോഴാ. ഓ ആലി ചേച്ചി, ഇതെന്താ റീനെ, മനുഷ്യനെ ഇങ്ങനെ അങ്ങ് അവിശ്വസിച്ചാലോ? നോക്ക്, ഞാൻ കെട്ടാൻ പെണ്ണ് തിരക്കി നടക്കുന്നവനാണ്. എനിക്കൊരു പെണ്ണ് വേണം. അത് റീന ആയിക്കോട്ടെ എന്ന് വെച്ചു. അത്രേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ കൈ പിടിച്ചത് ഓർക്കുന്നുണ്ടോ? റീന തലയാട്ടി. നീ എന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു കയറിയ നിമിഷമാണത്, ഡാനിയൽ തുടർന്നു. ജോയ്ക്കുട്ടി അക്കാര്യത്തിനായി എന്റെ കണ്ണത്തടിച്ചതും തള്ളിയിട്ടതും ഓർക്കുന്നുണ്ടോ? റീന അപ്പോഴും തലയാട്ടി. തിരിച്ചടിക്കാൻ എനിക്ക് അറിയില്ലെന്നോ കഴിവില്ലെന്നോ നീ കരുതുന്നോ റീനെ? അവൾ ദയനീയമായി നോക്കി. ഇല്ലാന്നല്ല, ഞാൻ കൈവീശി അന്ന് അടിച്ചാല് ജോയ്ക്കുട്ടി വീഴും. അവന് വീറുകൂടും. എനിക്കും. പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പക്ഷെ ക്ഷമിച്ചത് റീനയ്ക്ക് വേണ്ടിയാണ്. ആ, സമ്മതിച്ചു. രക്ഷപ്പെടാനെന്നോണം റീന പെട്ടെന്ന് സമ്മതിച്ചു. പിന്നെ നാലുപാട് നോക്കി. സമയം ഒത്തിരിയായി, ഇനി ഞാൻ പോവുക. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ അറിയണേ. അവൾക്ക് തല ആട്ടാനും ആട്ടാതിരിക്കാനും വയ്യാത്ത ഒരവസ്ഥയായി. ബസ് സ്റ്റാൻഡിന്റെ ഈ മൂലയിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. പലരും ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ അയൽക്കാരോ നാട്ടുകാരോ ആരെങ്കിലും കണ്ട ഇനി എന്ന് കാണും? എനിക്ക് മറുപടിയില്ല. ഇനി എന്താണ് തയ്ക്കാൻ വരിക? നാളെ ആലിച്ചേച്ചി അമ്മച്ചിയും ആശുപത്രിയിൽ നിന്ന് പോരും. അപ്പോ നാളെ കഴിഞ്ഞ് പ്രതീക്ഷിക്കാം. അവളുടെ ഭാവം വീണ്ടും ദയനീയമായി. വിശ്വസിക്കാറിയേ, നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കിട്ടും. നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും അപ്പനും വരുന്നുണ്ട് വീട്ടിലേക്ക്. അയ്യോ, ഇത്ര പെട്ടെന്നോ? എന്താ, കാശൊന്നും കയ്യിലില്ല. സത്യമായിട്ടും ഇല്ല. കാശുണ്ടാകുന്നവരെ കാത്തു നിന്ന പൊരുതി നിൽക്കാൻ നിനക്ക് കെൽപ്പുണ്ടോ? റീന അവനെ തുറച്ചു നോക്കി. ജോയ്ക്കുട്ടിയോട് അവൾ വിളറി. പണത്തേക്കാൾ ഞാൻ വിലമതിക്കുന്ന ഒന്നുണ്ട്, നിന്റെ ചാരിത്രം. കളങ്കപ്പെടാത്ത ശരീരം, ഒട്ടും കറപുരളാത്ത മനസ്സ്. കാത്തിരുന്ന ഇവ നീ സൂക്ഷിക്കുമോ? റീന അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. നീ ഉൾപ്പെടെ 3 പെണ്ണുങ്ങളും അവന്റെ കസ്റ്റഡിയിലാണെന്നാണ് ജോയ്ക്കുട്ടി പറഞ്ഞു നടക്കുന്നത്. ഞാനും അത് വിശ്വസിച്ചിരുന്നു, അന്ന് നിന്റെ വീട്ടിൽ വരുന്നവരെ. അതാണ് ഞാൻ വന്നതും. റീനയ്ക്ക് ചെവി കൊട്ടി അടക്കിയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുക്കാലും ജോയ്ക്കുട്ടി പറയുന്നത് വിശ്വസിക്കും. നിനക്ക് വരുന്ന വിവാഹങ്ങൾ അങ്ങനെ മുടങ്ങും. ഒടുവിൽ നീ അവന്റെ മുമ്പിൽ മുട്ടുകുത്തും. അതായിരിക്കും ലക്ഷ്യം. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ചാകും, എന്നാലും അയാളുടെ ലക്ഷ്യം നടക്കില്ല. നിന്നെയാണ് ലക്ഷ്യം. നിന്റെ ചേച്ചി രോഗിയായതുകൊണ്ട് ഒഴിവാക്കിയിരിക്കും. എന്നാലും കേൾവി 3 ഭാര്യമാർ എന്നാണ്. എന്റെ ഈശോയെ, അതാണ് ഞാൻ പറഞ്ഞത് തിടുക്കം നല്ലതാണെന്ന്. ഡാനിയൽ തുടർന്നു. കാരണം നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടുപോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടുപോയി. അതാണ്. റീന മറുപടി ഒന്നും പറഞ്ഞില്ല. മെല്ലെ യാത്ര പോലും ചോദിക്കാതെ അവൾ നടക്കുകയായിരുന്നു. ആയുസും അമ്മച്ചിയും വരുന്നുവെന്ന് ആനിക്ക് അതൊരു ഷോക്കായിരുന്നു. 22 ദിവസം കൊണ്ട് ആനി തന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരുന്നു. ഒരു വലിയ സാമ്രാജ്യം. സ്നേഹം കൊണ്ടും സ്വപ്നം കൊണ്ടും തീർത്ത ആ കൊട്ടാരത്തിലെ റാണിയായിരുന്നു അവൾ. ജോയ്ക്കുട്ടി അവളുടെ രാജാവും. പക്ഷെ ഇതാ എല്ലാം തകരുന്നു. സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമകൾ വരുന്നു. ഇനി തന്റെ സ്ഥാനമോ? ഇന്ന് എല്ലാം അവസാനിക്കുന്നു. ആനി അന്ന് കുളിച്ചൊരുങ്ങി നല്ല ബ്ലൗസ് അണിഞ്ഞു. ജോയ്ക്കുട്ടി അവൾക്കായി വാങ്ങി നൽകിയ പുത്തൻ പട്ടുസാരി മുറിഞ്ഞെടുത്തു. മുടി ചീകി വിതർത്തിട്ടു. പൗഡറിട്ട് പൊട്ടുകുത്തി. കണ്ണാടിക്ക് മുമ്പിൽ മുഖം കണ്ടു. എത്ര നീളമുള്ള മുടിയാണ് തനിക്ക്! എത്ര അഴിവുള്ള കണ്ണുകളാണ് തനിക്ക്! താനും സുന്ദരിയല്ലേ? ആയിരുന്നു. ആലീസിനേക്കാൾ, റീനയേക്കാൾ സുന്ദരിയായിരുന്നു ഒരിക്കൽ. ദൈവം തന്നെ ശപിച്ചു. തന്നെ മാത്രം. ആനി കണ്ണാടിയിൽ നോക്കി നിന്ന് കരഞ്ഞു. എന്തിനെന്നറിയാതെ. ഒരുപക്ഷെ കരയാനായിട്ട് മാത്രമായിരിക്കും ദൈവം അവളെ സൃഷ്ടിച്ചത്. ആനി അവകാശത്തോടെ കാത്തിരുന്നു ജോയ്ക്കുട്ടിയെ. ഇനി ഒരു അവസരം ഉണ്ടാകില്ലല്ലോ. 10 മണിക്ക് ജോയ്ക്കുട്ടിയുടെ കാർ എത്തി. അവന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അടുത്തു വന്നപ്പോ അവൾ സങ്കടത്തോടെ ഓർത്തു, ഇന്നത്തെ ദിവസമെങ്കിലും കുടിക്കാതെ വന്നെങ്കിൽ. ഇന്ന് അവൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു. അവൾക്കരികിൽ വന്ന് അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി. നീ ഇന്ന് സുന്ദരിയായിരിക്കുന്നുവല്ലോ, ഊറിച്ചിരിയോടെ അവൻ പറഞ്ഞു. കൊള്ളാം, സാരി നിനക്കിടാൻ എന്താ ഇങ്ങനെ തോന്നിയത്? വെറുതെ, ഉൾക്കുളിരോടെ അവൾ പറഞ്ഞു. ഇന്ന പിടിച്ചോ. അവൻ ആ പൊതി അവളുടെ നേരെ നീട്ടി. നിനക്കുള്ളതാണ്.
അവൾ അത് വാങ്ങി. എനിക്കൊന്ന് കുളിക്കണം, വെള്ളം കോരിയിട്ടുണ്ട്. ജോയിക്കുട്ടി കുളി കഴിഞ്ഞു വന്നു. ആനി പൊതി അഴിച്ചു നോക്കി. ഇറച്ചിയാണ്. ഷാപ്പിൽ നിന്ന് അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾക്ക് കഴിക്കാനായി. എന്നും കൊണ്ടുവരും എന്തെങ്കിലും. ഇന്നൂടെ മാത്രമേ ഈ സ്നേഹം അനുഭവിക്കാനാവൂ. അവൻ ഊണ് കഴിക്കാനിരുന്നു. കരുതി വെച്ച കറികളുടെ കൂടെ ഇറച്ചിക്കറിയും അവൾ വിളമ്പി. അവളും കഴിച്ചു സംതൃപ്തിയോടെ. കട്ടിലിന്മേൽ അവന്റെ ചൂടും ചോരും ഏറ്റുവാങ്ങി അവൾ കിടന്നു നിർവൃതിയോടെ. ഒരു കാര്യം മാത്രം അവൾക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. അവൾ കരുതി വെച്ച 1000 കാര്യം പറയാൻ. അതിനു മുമ്പ് അവന്റെ കൂർക്കം വലി കേട്ടു തുടങ്ങിയിരുന്നു. നിരാശ തോന്നി. എങ്കിലും ആനി ഒരു കാര്യം ചെയ്തു. വിളക്ക് തെളിച്ചു വെച്ചു. പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ആ മുഖം അപ്പാടെ സ്വന്തം നെഞ്ചിലേക്ക് ആവാഹിക്കാൻ എന്നോണം. പിന്നെ എന്തെന്നില്ലാതെ അവൾ കരഞ്ഞു. ഉറങ്ങാതെ ഇരുന്നും കരഞ്ഞും ഒന്ന് മയങ്ങിയും ജോയിക്കുട്ടിയെ തലോടിയും ഒക്കെ ആനി നേരം വെളുപ്പിച്ചു. പുലരും മുമ്പ് ജോയിക്കുട്ടി പോവും. പല്ല് തേച്ച് ധൃതിയിൽ കുളിച്ചു വന്ന അവന് അവൾ ചായ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ആലിസും അമ്മച്ചിയും ഒക്കെ വരും. ആ, അവൻ മൂളി. അവൾക്ക് സങ്കടം വന്നു. അവൻ വരും എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമവും തോന്നുന്നില്ലേ ഈ മനുഷ്യന്? ഇനി മുതല് നമ്മള്. ആനി നിർത്തി. അവൻ നോക്കി. എന്നെ വേണ്ടാതാകുമോ? വേണ്ടാതാകുന്നത് എന്തിനാ? പക്ഷെ ആലീസ് അവൾ എന്റെ അനുജത്തിയല്ലേ? ഇപ്പോഴേ തോന്നിയുള്ളൂ. ആനി വിളറി. എനിക്ക് നിങ്ങളെ മറക്കാൻ വയ്യ. എന്നെ നിങ്ങളെ അവഗണിച്ച എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആനി വിമിട്ടത്തോടെ പറഞ്ഞു. നിന്റെ അപ്പന്റെ ഭ്രാന്ത് നിനക്കും പിടിച്ചോ? ജോയിക്കുട്ടി ചോദിച്ചു. ഇത്തിരിയെങ്കിലും ദയ എന്നോട് കാട്ടാൻ വയ്യേ? പിന്നെ ഇക്കാട്ടിയതൊക്കെയോ? അവൻ ചോദിച്ചു. ഇത് പിന്നെന്താണ്? മുമ്പ് ഒരുത്തനെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിന്നെ? ഞാനല്ലാതെ. ഒരുത്തനെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ഈ ഞാനല്ലാതെ? എന്നിട്ടും ദയവില്ലെന്നോ? നിങ്ങള് എനിക്ക് ദൈവത്തെ പോലെയാണ്. ആനിയുടെ സ്വരം താഴ്ന്നു. ഹാ, വരവ് വെച്ചു പോരെ. നേരം വിളിക്കുക. ഞാൻ പോകുന്നു. നിൽക്കുന്നു, ആനി പറഞ്ഞു. കാര്യം പറയ്, വേറെ പണിയുണ്ട്. ജോയിക്കുട്ടി അസഹ്യതയോടെ തിരിഞ്ഞു നിന്നു. അവന്റെ തിടുക്കം അവളെ സങ്കടപ്പെടുത്തി. എന്നെ കൊണ്ടുപോകാമോ? അവൻ അവളെ തുറച്ചു നോക്കി. സത്യമായും എനിക്ക് ഭ്രാന്ത് പിടിക്കും. നമുക്ക് എവിടെയെങ്കിലും പോകാം. ആ, പോയിട്ട്? അവന്റെ സ്വരത്തിൽ പരിഹാസമുണ്ടോ? പോയിട്ട്? അവൾ ഒന്നറച്ചു. ഇതുപോലെ നമുക്ക് താമസിക്കാം എവിടെയെങ്കിലും. അപ്പോ നിന്റെ അനിയത്തിയോ ആലിസ്? അവൾ ഇവിടെ താമസിച്ചോട്ടെ. ഞാനോ? ആനി വീണ്ടും പരിങ്ങലായി. പറഞ്ഞു, ഞാൻ എവിടെ താമസിക്കണം? നമുക്ക് ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നെ. ജോയിക്കുട്ടി തെല്ലുറക്കെ ചിരിച്ചുപോയി. അല്ല, ആലിസിന്റെ അടുത്തും വന്നോളൂ. ഓ, നിന്റെ ഔദാര്യമോ അതോ നിബന്ധനയോ? അവന്റെ സ്വരം മാറി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ ആ സ്വരം മുറുകി. ചോദിച്ചപ്പോ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാ അല്ലയോ? എന്നാ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് ജോയിക്കുട്ടി എങ്ങോട്ടുമില്ല. ഇവിടെ തന്നെ താമസിക്കും. അവൻ തറപ്പിച്ചു പറഞ്ഞു. അപ്പോ ഞാനോ? നീയും ഇവിടെ തന്നെ താമസിക്കും. എന്താ, വയ്യാനുണ്ടോ? എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ വയ്യ. വേണ്ട, പറ്റുന്നിടത്ത് നോക്കിയാ മതി. അതല്ല ഞാൻ പറഞ്ഞത്. ഏതല്ല? നീ ഒന്നും ഇങ്ങോട്ട് ഓർഡർ ഇടണ്ട. എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. എന്റെ കാര്യം പിന്നെ. ആനിക്ക് സങ്കടം വന്നു. നിന്റെ എന്ത് കാര്യമാണ് അത് പറ. അനിയത്തിയുടെ മുഖത്ത് നോക്കാൻ മേലാത്തുള്ള എന്തിനാ അനിയത്തിയുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയത്? ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ. എന്നോട് ജീവനെ പോലെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട്. ആനിക്ക് സങ്കടമായി. പറഞ്ഞു. അതിനെന്താടി? ഇനിയും വേണമെങ്കിൽ പറയാം. 100 വട്ടം പറയാൻ എന്നാ ഇത്ര വലിയ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? അപ്പോ എല്ലാം വെറുതെ പറഞ്ഞതാണല്ലേ? വെറുതെയോ? അത് കൊള്ളാം. നടന്നതൊക്കെ വെറുതെ ആണോ? ആനി അമ്പരന്ന് നോക്കി. നിന്റെ കൂടെ കുറെ ദിവസം കഴിഞ്ഞു. ഒന്നും വെറുതെ അല്ല, അപ്പൊക്കെ തീർത്തു തന്നിട്ടുമുണ്ടേ. ആനി തുറച്ചു നോക്കി. സാരി വാങ്ങി തന്നില്ലേ? പൗഡറും പെർഫ്യൂമും വാങ്ങി തന്നില്ലേ? രൂപയും പലഹാരങ്ങളും തന്നില്ലേ? ഇറച്ചി മേടിച്ചു തന്നില്ലേ? എന്തിനാ? നിന്നെ ചതിച്ചോനും പറ്റിച്ചോനും പറയരുത്. എന്റെ കണക്കിൽ ഇനി ഒന്നും ബാക്കിയില്ല. പിന്നെ എന്ത് കണക്കാ നീ പറയുന്നത്? ഒരുമിച്ച് താമസിക്കാനോ? പറ്റിയ കോലം തന്നെ. അതൊന്നും നടപ്പില്ല. വേറെ വല്ല കാര്യം പറയും. ഇനിയും വേണമെങ്കിൽ നീ ആവശ്യപ്പെട്ട എന്തും മേടിച്ചു തരും. കാശ് വേണോ? അത് തരും. ചോദിക്കാൻ മടിക്കണ്ട. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ച് ഒരുത്തി തല പൊഴിക്കണ്ട. പറഞ്ഞതും ജോയിക്കുട്ടി കാർ സ്റ്റാർട്ടാക്കി പാഞ്ഞുപോയി. ആനി നടുങ്ങി തെറിച്ച് ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു. കണ്ണുകളും ചെവികളും നഷ്ടപ്പെട്ടതുപോലെ. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.